2014 പുറത്തിറങ്ങിയ ബെസ്റ്റ് പിക്ചർ അടക്കം 4 ഓസ്കാർ അവാർഡുകൾ സ്വന്തമാക്കിയ ഒരു സിനിമയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ഓഫ് കോഴ്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നമ്മുടെ എമ്മ സ്റ്റോൺ അഭിനയിച്ച ബേർഡ്മാൻ എന്ന സിനിമയെ പറ്റിയാണ് പറഞ്ഞു വരുന്നത്. ഒറ്റ കാഴ്ചയിൽ ഇത് അത്ര വലിയ സിനിമയൊന്നുമല്ല, ഇത്ര അവാർഡ്സ് ഒന്നും കിട്ടേണ്ട സിനിമയല്ലെന്ന് പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇതിന്റെ ക്ലൈമാക്സ് ഒക്കെ പലർക്കും പിടികിട്ടിയിട്ടില്ല. അങ്ങനെ നിങ്ങൾക്കുണ്ടായിട്ടുള്ള കൺഫ്യൂഷൻസ് എല്ലാം മാറ്റി ഇന്ന് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഇതിന്റെ കഥ വിശദമായിട്ട് കേട്ട് മനസ്സിലാക്കാം. ഇതിന്റെ ക്ലൈമാക്സും പിന്നെ ഇടയ്ക്കത്തെ കുറച്ച് പോർഷൻസും കുറച്ച് കൺഫ്യൂസിംഗ് ആണ്, കുറച്ചധികം കൺഫ്യൂസിംഗ് ആണ്. അത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ പോലെ ഞാൻ പറഞ്ഞുതരാം. ഇത് മറ്റൊരു പെർസ്പെക്റ്റീവിലൂടെ കാണാൻ പറ്റിയ ആളുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ചെയ്തറിയിക്കാം. പിന്നെ റീസെന്റ് നമ്മുടെ ചാനലിന് ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട്. ചെറുതല്ല, അത്യാവശ്യം വലിയൊരു പണിയാണ്. ചാനലിന്റെ മോണിറ്റൈസേഷൻ കട്ടായി. ഇപ്പോൾ കറന്റ് നമുക്ക് ഈ ഒരു ചാനലിൽ നിന്ന് വരുമാനമൊന്നുമില്ല. ഇത് റീയൂസ്ഡ് കണ്ടന്റ് ആണ്. മറ്റ് സിനിമകളുടെയൊക്കെ വിഷ്വൽസ് നമ്മൾ കാണിക്കുന്നുണ്ടല്ലോ, അത് കാണിക്കാമെന്ന് ഫെയർ വ്യൂസിനകത്ത് പറയുന്ന രീതിയിലാണ് നമ്മൾ കാണിക്കുന്നത്. ബട്ട് സ്റ്റിൽ എന്തോ എറർ കാരണം അങ്ങനെ ഒരു പ്രശ്നം പറ്റി. സോ നിലവിൽ നമുക്ക് കിട്ടേണ്ട പേയ്മെന്റ് കട്ടായിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിനകത്ത് കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ട്. നമ്മളായിട്ടൊരു വീഡിയോ ഒക്കെ പ്രിപ്പയർ ചെയ്ത് റെഡിയാക്കി അവർക്ക് അയച്ചു കൊടുക്കണം. അപ്പോൾ അതിൻ്റെയൊക്കെ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തു വരുന്നേ ഉള്ളൂ. എന്തായാലും മൂവീസ് ഉണ്ടാവാതിരിക്കത്തില്ല. പിന്നെ നമ്മുടെ ചാനലിന്റെ റീച്ചും യൂട്യൂബിലേക്ക് എത്രമാത്രം ആളുകളെ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നോക്കിയിട്ടാണ് അവർ ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാന്നുണ്ടെങ്കിൽ കുറച്ച് ടാസ്ക് ആയിരിക്കും. സോ ഗൈസ്, സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നവരൊക്കെ സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ നമ്മുടെ ഫിലിം ഫ്ലെക്സ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം. നോട്ടിഫിക്കേഷൻ ഓഫ് ചെയ്തിട്ടേക്കുന്നവരുണ്ടെങ്കിൽ അതിൽ നിന്ന് നൈസായിട്ടൊന്ന് പേഴ്സണലൈസിലോട്ട് മാറ്റുവാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നോട്ടിഫിക്കേഷൻ വരും. മേ ബി അതിൽ ക്ലിക്ക് ചെയ്തൊന്ന് വീഡിയോ കാണുവാണെന്നുണ്ടെങ്കിൽ, കുറച്ച് സമയമെങ്കിലും വീഡിയോ കാണുവാണെന്നുണ്ടെങ്കിൽ യൂട്യൂബ് അത് ഒരു പ്ലസ് ആയിട്ട് കൺസിഡർ ചെയ്യാനുള്ള സാധ്യത ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരുപാട് തിരക്കുള്ളവരൊന്നും ചെയ്യേണ്ട, എന്നാലും പേഴ്സണലൈസിലോട്ട് ആക്കുന്നത് ബുദ്ധിമുട്ടില്ലാത്തവരൊന്ന് ചെയ്തു കഴിഞ്ഞാൽ സഹായകമായിരുന്നു. ഓക്കെ, ഇനി നമുക്ക് സിനിമയുടെ കഥയിലേക്ക് പോകാം. റെയ്മണ്ട് കാർവറുടെ ലേറ്റ് ഫ്രാഗ്മെന്റ് എന്ന പോയം കാണിച്ചുകൊണ്ടാണ് നമ്മുടെ സിനിമ തുടങ്ങുന്നത്. ഈ പോയം തന്നെയാണ് ഈ പടം. കുറേ ആളുകൾക്ക് പ്രിയപ്പെട്ടവനാകാൻ ശ്രമിക്കുന്ന, ഒരുപാട് പേർക്ക് ഇൻസ്പിറേഷൻ ആകാൻ ശ്രമിക്കുന്ന ഒരാളുടെ ജീവിതമാണ് ഈ പടം. തന്റെ സ്വന്തം മുറിയിൽ ഇങ്ങനെ പറന്ന് ധ്യാനം ചെയ്യുന്ന ഇദ്ദേഹത്തെ കണ്ടില്ലേ? ഇദ്ദേഹമാണ് നമ്മുടെ കഥാനായകൻ റിഗൻ. ഇദ്ദേഹത്തിന് മറ്റൊരു പേര് കൂടിയുണ്ട്, ബേർഡ്മാൻ, പക്ഷി മനുഷ്യൻ. നമ്മുടെ 2.0 പക്ഷി മനുഷ്യനെയൊക്കെ ഇതിൽ കാണാൻ പറ്റും കേട്ടോ. ഇദ്ദേഹത്തിന്റെ പെർസ്പെക്റ്റീവിലൂടെയാണ് നമുക്ക് കഥ കാണിച്ചു തരുന്നത്. ഒട്ടുമിക്ക പോർഷൻസിലും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് അമാനുഷികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇദ്ദേഹം ചെയ്യുന്നതായിട്ടും ഇദ്ദേഹത്തിന് ചുറ്റും നടക്കുന്നതായിട്ടും നമുക്ക് കാണേണ്ടി വരും. ഇപ്പൊ തന്നെ കണ്ടില്ലേ, വെള്ളച്ചട്ടിയൊക്കെ ഇട്ട് ഇവിടെ ഇങ്ങനെ പറന്ന് നിൽക്കുന്നു. എങ്ങനെയാണ് ഇദ്ദേഹത്തിന് പറക്കാൻ പറ്റുന്നത്? കാരണം പുള്ളിക്കാരൻ മെഡിറ്റേറ്റ് ചെയ്യുകയാണ്. മെഡിറ്റേറ്റ് ചെയ്തൊരു പ്രത്യേക അവസ്ഥയിൽ എത്തുമ്പോൾ പുള്ളിക്കാരൻ ആ കാര്യങ്ങൾ ഇമാജിൻ ചെയ്യും. അദ്ദേഹത്തിന് തന്നെ ഫീൽ ചെയ്യും അദ്ദേഹത്തിന്റെ ബോഡി പറക്കുന്ന പോലെ. ഒരു തവണയെങ്കിലും യോഗ ചെയ്തിട്ടുള്ളവർക്ക്, ഒരു ട്രെയിനറിന്റെ സഹായത്തോടെ യോഗ ചെയ്തിട്ടുള്ളവർക്ക് ഇത് എപ്പോഴെങ്കിലും ഒക്കെ ഫീൽ ചെയ്തിട്ടുണ്ടാവും. മനസ്സ് അത്രയും ശാന്തമാക്കി നമുക്ക് ഒരുപാട് ദൂരത്തുനിന്ന് വരുന്ന ശബ്ദങ്ങൾ പോലും കോൺസെൻട്രേറ്റ് ചെയ്യാനും അത് ശരിക്കും കേൾക്കാനും പറ്റുന്ന ആ ഒരു അവസ്ഥയിൽ എത്തുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ചുറ്റുപാടുള്ള കാര്യങ്ങളൊക്കെ മാറുന്ന പോലെ ഫീൽ ചെയ്യും. ആക്ച്വലി അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല. നമ്മൾ എവിടെയാണോ ഉണ്ടായിരുന്നത് അവിടെ തന്നെ നമ്മൾ ഉണ്ടാവും. ബട്ട് നമ്മുടെ ബ്രെയിൻ അങ്ങനെ ഒരു ഫീലിംഗ് നമുക്ക് തരും, ഒരു ഇമാജിനേഷൻ. ഏതാണ്ട് അതുപോലൊക്കെ തന്നെയുള്ള ഒരു അവസ്ഥയിലാണ് ഇദ്ദേഹം ഇപ്പോൾ. ഈ പുള്ളിക്കാരന്റെ യഥാർത്ഥ നെയിം റിഗൻ ആണെങ്കിലും ഇദ്ദേഹത്തിന് മറ്റൊരു ഐഡന്റിറ്റി ഉണ്ട്, മറ്റൊരു പേഴ്സണാലിറ്റി ഉണ്ട്, വിച്ച് ഈസ് ബേർഡ്മാൻ. ലൈഫിലുടനീളം ഇദ്ദേഹത്തിനോട് ബേർഡ്മാൻ എന്ന ഇദ്ദേഹത്തിന്റെ ആ ഒരു പേഴ്സണാലിറ്റി സംസാരിക്കുന്നുണ്ട്. അത് ഇദ്ദേഹത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഓരോ കാര്യങ്ങൾ അങ്ങനെ ഇങ്ങനെ ചെയ്യുന്ന ഇദ്ദേഹത്തെ ഉപദേശിക്കാറുണ്ട്, ലീഡ് ചെയ്യാറുണ്ട്. റിഗൻ ഇങ്ങനെ മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇദ്ദേഹത്തിന്റെ മകൾ സാം ഇദ്ദേഹത്തെ വിളിക്കുന്നത്. മറ്റാരുമല്ല, നമ്മുടെ എമ്മ സ്റ്റോൺ. ഹായ് ഡാഡ്, ഞാനിവിടെ ഫ്ലവേഴ്സ് നോക്കിക്കൊണ്ടിരിക്കുക. ഒന്ന് മിണ്ടായിരിക്കടോ ഡാഡ്, നിങ്ങൾക്ക് എങ്ങനെയുള്ള ഫ്ലവർ ആണ് വേണ്ടത്? അത് മോളെ നല്ല സ്മെല്ലുള്ള ഏതെങ്കിലും ഒരു ഫ്ലവർ മതി. നോക്കി, ഈ ഫ്ലവർ എങ്ങനെയുണ്ട്? അല്ലെങ്കിൽ വേണ്ട, ഇത് നോക്ക്, ഇതെങ്ങനെയുണ്ട്? ഇതല്ലേ നല്ലത്? നീ അതിന് ഏതെങ്കിലും ഒരെണ്ണം പിക്ക് ചെയ്തോ. ഇതായാലോ? ഇത് കണ്ടിട്ട് റോസിന്റെ കൂട്ടൊക്കെ ഇരിക്കുന്നു. എങ്ങനെയാ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവോ? മോളെ, നീ അതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം നോക്കിയെടുക്ക്. പണ്ടാരോടങ്ങാൻ ഈ പുല്ല് പിടിച്ച ജോലി ഏറ്റവും പോയല്ലോ എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരി കോള് കട്ട് ചെയ്ത് പോയി. ഇതെന്താണ് ഇവിടെ നടക്കുന്നതെന്നല്ലേ? നമ്മുടെ ഹീറോ റിഗൻ ഒരു ആക്ടറാണ്. പുള്ളിക്കാരൻ ഭയങ്കര പോപ്പുലർ ആയിരുന്നു. ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് അടിച്ച ബേർഡ്മാൻ എന്ന മൂവി ട്രയോളജിയിലെ ബേർഡ്മാൻ സെൻട്രൽ ക്യാരക്ടർ ആയിരുന്നു ഇദ്ദേഹം. ഇത്രയധികം ഹിറ്റായ ഒരു ട്രയോളജിയിൽ അഭിനയിച്ചതിന് ശേഷം ഇദ്ദേഹത്തിന് അതിൻ്റെതായിട്ടുള്ള ചേഞ്ചസ് അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തിലും കാണാൻ പറ്റി. ബേർഡ്മാൻ എന്ന ക്യാരക്ടർ ഇദ്ദേഹത്തിന്റെ തലയിൽ കയറി. നേരത്തെ പറഞ്ഞ പോലെ ഇദ്ദേഹത്തിന്റെ മറ്റൊരു പേഴ്സണാലിറ്റി ആയി മാറി. റിയൽ ലൈഫിലും തനിക്ക് എന്തൊക്കെയോ പവേഴ്സ് ഉണ്ട്, താൻ അങ്ങനെയാണ്, താൻ ഇങ്ങനെയാണെന്നൊക്കെ ഇദ്ദേഹം വിചാരിക്കാൻ തുടങ്ങി. ബേർഡ്മാൻ ട്രയോളജിക്ക് ശേഷം പിന്നെ അങ്ങോട്ട് അഭിനയിച്ച പടങ്ങളൊക്കെ പൊട്ടിയതിന് കയ്യും കണക്കുമില്ല. പതിയെ തന്റെ സ്റ്റാർഡം എല്ലാം അവസാനിച്ച് ഒരു തിയേറ്റർ ഡ്രാമ ആർട്ടിസ്റ്റ് ആയി മാറി. ഇപ്പൊ അടുത്ത ഡ്രാമയിൽ അഭിനയിക്കാനുള്ള ഒരുക്കത്തിലാണ്. എന്ത് വില കൊടുത്തും ഈ ഡ്രാമ ഹിറ്റാക്കണം, ഈ ഡ്രാമ ഒരുപാട് പേര് സംസാരിക്കണം, ഒരുപാട് ജനങ്ങളിലേക്ക് എത്തണം, അങ്ങനെ വീണ്ടും തനിക്കൊരു സൂപ്പർ സ്റ്റാർ ആയി മാറണം എന്നൊക്കെയാണ് ഇദ്ദേഹത്തിന്റെ ആഗ്രഹം. ഈ ഡ്രാമയുടെ ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ എന്നൊക്കെ പറയാൻ പറ്റുന്ന പൊസിഷനിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഇദ്ദേഹത്തിന്റെ മകൾ സാം. അവൾക്ക് ഇങ്ങേരോട് ഇവിടെ നിന്ന് ജോലി ചെയ്യാൻ ഒട്ടും താല്പര്യമില്ലെങ്കിലും അവളെ നിർബന്ധിച്ച് അസിസ്റ്റന്റ് ഡയറക്ടർ ഇതെന്നൊക്കെ പറഞ്ഞ് കൂടെ നിർത്തി. ഇപ്പോൾ അവളെ ഫ്ലവർ മേടിക്കാൻ പറഞ്ഞു വിട്ടേനെയാണ് പുള്ളിക്കാരി ഇപ്പോൾ വിളിച്ച് പറഞ്ഞത്. സാമിനും അത്ര നല്ലതല്ലാത്ത പാസ്റ്റ് ഉണ്ട്. കുറച്ച് അഡിക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു, കുറച്ചധികം അഡിക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഡി അഡിക്ഷൻ സെന്ററിലൊക്കെ ആയിരുന്നു. അതിനുശേഷം പുറത്തിറങ്ങി വളരെ കുറച്ച് ആവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ ഇവരുടെ ഡ്രാമയുടെ റിഹേഴ്സൽസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഷർട്ടും പാൻറ്റും ഒക്കെ വലിച്ചു കയറ്റിയിട്ട് നമ്മുടെ ഹീറോ റിഗനും അങ്ങോട്ട് ചെല്ലുന്നു. ഇവിടുത്തെ ഒരു രീതി, ഒരു ഡ്രാമ ഫൈനലി ഓഡിയൻസിന് മുന്നിൽ അവതരിപ്പിക്കുന്നതിന് മുമ്പായിട്ട് കുറേയധികം പ്രിവ്യൂസ് കാണും. പ്രിവ്യൂ ഷോസ് കേട്ടിട്ടുണ്ടല്ലോ, 1, 2, 3, 4, 5 അങ്ങനെ കുറേ പ്രിവ്യൂ ഷോസ് കാണും. ഈ
ഈ പ്രിവ്യൂ ഷോസ് ഒക്കെ കഴിഞ്ഞ് അതും ജനങ്ങൾക്ക് കാണാനുള്ള അവസരമൊക്കെ ഉണ്ട്. ഏറ്റവും ലാസ്റ്റിലായിരിക്കും ഡ്രാമ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുക. ഈ പ്രിവ്യൂവിന് കണ്ട അതേ സ്റ്റോറി തന്നെ എന്തായാലും ലാസ്റ്റ് ഇവർ ചെയ്യുന്ന ആ ഒരു ഡ്രാമയ്ക്കായിരിക്കും റിവ്യൂസ് വരിക, ജനങ്ങളുടെ അഭിപ്രായങ്ങൾ വരിക. നമ്മുടെ നാട്ടിലെ പോലെ റിവ്യൂവേഴ്സ് ഒക്കെ ഉണ്ട്. പ്രശസ്തരായിട്ടുള്ള റിവ്യൂവേഴ്സ് എന്താണോ എഴുതുന്നത് അതാണ് ആ ഡ്രാമയുടെ വെർഡിക്റ്റ്. ഇവരെല്ലാം കഷ്ടപ്പെടുന്നത് ആ റിവ്യൂവേഴ്സിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. എങ്കിലേ കാര്യമുള്ളൂ. ഡ്രാമ പോപ്പുലർ ആവണമെങ്കിൽ നല്ല റിവ്യൂ കിട്ടണം. ഇപ്പം നമ്മുടെ നാട്ടിൽ സംഭവിച്ച കാര്യം തന്നെ എടുക്കാം. ഒരു സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഡയലോഗ്, ആ സിനിമയിലെ ബാക്കി എല്ലാ സംഭവങ്ങൾക്കും മൂലകാരണമായ ഡയലോഗ് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണെന്നും പറഞ്ഞതുകൊണ്ട് ആ സിനിമയിലെ ഡയലോഗ് തന്നെ മാറ്റേണ്ടി വന്നിട്ടുണ്ട്. ആ ഒരു ഡയലോഗ് മാറ്റിയതോടെ പടം മൊത്തത്തിൽ പോയി തന്നെ പറയാം. ഒരുമാതിരി തുമ്പിക്കയില്ലാത്ത ആനേൻ്റെ വിട്ടിരുന്നു. എന്ത് തേങ്ങയാണ് ഇതൊക്കെ നടക്കുന്നത്, എന്തിനാണ് ഇവർ തമ്മിൽ അടിയായെന്ന് പറഞ്ഞ് കണ്ണു മിഴിച്ച് നോക്കിയിരിക്കേണ്ട അവസ്ഥയായി. വാട്ടവർ, അതൊക്കെ ഒരു സൈഡ്. ഇപ്പോൾ ഇവരുടെയും ഏറ്റവും വലിയ ടെൻഷൻ റിവ്യൂവേഴ്സിനെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഹീറോ ഇപ്പോൾ റിഹേഴ്സലിന് ചെന്ന് കയറി. ഇങ്ങനെ ഇവർ റിഹേഴ്സൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹീറോയുടെ കൂടെ അഭിനയിക്കുന്ന ഒരു പുള്ളിക്കാരൻ്റെ തലയിൽ സ്റ്റേജിന്റെ മുകളിൽ ഇങ്ങനെ കെട്ടി വെച്ചിരുന്ന ലൈറ്റ് പൊട്ടി വീഴുന്നുണ്ട്. ഹെവി ലൈറ്റ് ആയിരുന്നു. വീണ വീഴ്ച തന്നെ അങ്ങേരുടെ തലയൊക്കെ പൊട്ടി ബ്ലഡ് വരുന്നുണ്ട്. ഇനിയിപ്പോൾ അങ്ങേർക്ക് ഈ ഡ്രാമയിൽ അഭിനയിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. തന്റെ കൂടെ അഭിനയിക്കുന്ന ഒരാളുടെ തലയിൽ ലൈറ്റ് വീട്ടും വലിയ ഭാവവ്യത്യാസമൊന്നുമില്ലാതെ നമ്മുടെ റിഗൻ ആവട്ടെ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി പോകുന്നു. അന്നേരം ഈ ഷോയുടെ പ്രൊഡ്യൂസർ ജെയ്ക്ക് നമ്മുടെ ഹീറോയുടെ പുറകെ വന്ന്, റിഗൻ അത് പ്രശ്നമൊന്നുമില്ല, അങ്ങേരെ ഓക്കെ ആയിക്കോളും, നമുക്ക് എന്തായാലും ഡ്രാമ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും എന്നൊക്കെ പറയുമ്പോൾ അവനെ വെച്ച് കണ്ടിന്യൂ ചെയ്യുന്നൊരു കാര്യമൊന്നുമില്ല, അവനെ മാറ്റി നിങ്ങൾ വേറെ ആരെങ്കിലും കൊണ്ടുപോകാം, അതിന്റെ ആവശ്യമുണ്ടോ, ഇനി പുതിയൊരു ആക്ടറെ കണ്ടുപിടിക്കാന്നൊക്കെ പറഞ്ഞ വലിയ തലവേദനയാണ് റിഗൻ. ഇവൻ ഓക്കെ ആയിക്കോളും, കുഴപ്പമൊന്നുമില്ല, ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് റെഡിയാവും. ജെയ്ക്ക്, നിനക്കും അറിയാവുന്ന കാര്യമല്ലേ, അവനെ പോലൊരു കൂറ ആക്ടർ വേറെ ഇല്ല. അവൻ പറയുന്ന ഡയലോഗിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും അവന്റെ എക്സ്പ്രഷൻ. ഇമാതിരി കൂറകളെയൊക്കെ കളഞ്ഞിട്ട് വേറെ ആരെങ്കിലും കൊണ്ടുപോഹേ. അല്ല അങ്ങനെ പറഞ്ഞിട്ട് പോയാ ഇല്ല, ഇവൻ അത്ര മോശം ആക്ടർ ഒന്നും അല്ല കേട്ടോ. കേട്ടില്ല, ഒന്നുകൂടെ പറഞ്ഞേ. അത് നീ പറഞ്ഞാൽ ശരിയാണ്, ഇവൻ്റെ ഒരു ഭൂലോക തോൽവിയാണ്. അതാണ് പറഞ്ഞത്, അവനെ മറ്റേ അഭിനയിക്കാൻ അറിയാവുന്ന ആരെങ്കിലും കൊണ്ടുവരാൻ. പിന്നെ വേറൊരു കാര്യം പറയാനുണ്ട്, അത് ആ സ്റ്റേജിൽ വെച്ച് നടന്നത് ഒരു ആക്സിഡന്റ് അല്ല. ആക്സിഡന്റ് അല്ലേ? എന്താ നീ ഉദ്ദേശിക്കുന്നേ? ഞാൻ ചെയ്യിപ്പിച്ചതാണ്. ഇവനെയൊക്കെ ഒഴിവാക്കാൻ ഇത് മാത്രമേ ഉള്ളൂ വഴി. എടാ ഒരുമാതിരി നിനക്കെന്താ പ്രാന്തുണ്ടോ? നീ കുടിച്ചിട്ടാണോ സ്റ്റേജിൽ കയറി? കമോൺ ജെയ്ക്ക്, നീ നല്ല ഒരു ആക്ടറെ കൊണ്ടുപോവാ, നമുക്കിത് കണ്ടിന്യൂ ചെയ്യാം. വുഡി ഹെറൽസിനെ ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്ക്. അങ്ങേരെ കിട്ടത്തില്ല, അങ്ങേരെ അടുത്ത് ഹങ്കർ ഗെയിംസ് ചെയ്യാൻ പോയി. എന്നാ പിന്നെ മൈക്കൽ ഫാസ്ബെൻഡറെ നോക്ക്, നോട്ട് അവൈലബിൾ. അങ്ങേരെ എക്സ്മെൻ പ്രീക്വലിന്റെ തിരക്കിലാണ്. എന്നാ പിന്നെ ജെറമി റണ്ണർ, അവനെ നോക്ക്. ഫസ്റ്റ് അങ്ങേരെ അവഞ്ചറാണ്, നിന്റെ ഈ ഡ്രാമയിൽ അഭിനയിക്കാൻ വരുമല്ലേ? എടാ നീ എന്തെങ്കിലും ചെയ്യ്, നീ എന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, പ്രൊഡ്യൂസറാണ്, നിനക്ക് ചെയ്യാൻ പറ്റുന്നത് എന്തെങ്കിലും ചെയ്യ്. റിഗൻ തിരികെ അവന്റെ റൂമിലെത്തിയപ്പോൾ ടിവിയിൽ നമ്മുടെ റോബർട്ട് ഡൗണി ജൂനിയറെ പറ്റിയുള്ള വാർത്തയാണ് വരുന്നത്. അദ്ദേഹത്തിന്റെ അയൺമാൻ സീരീസിനെ പറ്റി, ദെൻ അവഞ്ചേഴ്സിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാണ്. അടിജയിക്കും കുറേ മുന്നേ സൂപ്പർ ഹീറോ ആയ തന്റെ ബേർഡ്മാൻ അതിന്റെയൊക്കെ അവസ്ഥ ആലോചിച്ചപ്പോൾ ഇദ്ദേഹത്തിന് എന്തോ സഹിക്കാൻ പറ്റിയില്ല. ടി.വി ഓഫ് ചെയ്തു. ഞാൻ പറഞ്ഞില്ലേ പുള്ളിക്കാരൻ എന്തൊക്കെയോ പവേഴ്സ് ഉണ്ടെന്ന്, കണ്ടില്ലേ? ടച്ച് ചെയ്യാതെ ടി.വി ഓഫ് ചെയ്തേ, കൈകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ കാണിച്ചതേ ഉള്ളൂ, ടി.വി ഓഫ് ആയി പോയി. ഇതിന്റെ കാരണം ഓൾറെഡി ഞാൻ പറഞ്ഞതാണ്. ശരിക്കും ഇദ്ദേഹം അവിടെ ചെന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്താണ് ഓഫ് ചെയ്യുന്നത്. പക്ഷേ ഇത് ഇദ്ദേഹത്തിന്റെ പേഴ്സ്പെക്റ്റീവിലൂടെയാണ് നമ്മൾ കാണുന്നത്. സോ ഇദ്ദേഹത്തിന് എന്തോ ടാലന്റ് ഉള്ള പോലെ ഇദ്ദേഹം വിചാരിക്കുന്നത് കൊണ്ട് ഇദ്ദേഹം ദൂരെ നിന്ന് ഇങ്ങനെ കൈവച്ചപ്പോഴേ ടി.വി ഓഫ് ആയി എന്ന് അദ്ദേഹം തന്നെ ഇമാജിൻ ചെയ്യുകയാണ്. ഇത്രയൊക്കെ ആയതോടെ ഇദ്ദേഹത്തിന്റെ മനസ്സിലുള്ള രണ്ടാമത്തെ പേഴ്സ്പെക്റ്റീവ് ഉണർന്നു. ബേർഡ്മാൻ, നീ ആ കോമാളിയെ കണ്ടില്ലേ? അവന്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടില്ലേ? അവനേക്കാളും മുമ്പേ സൂപ്പർ ഹീറോ ആയവനാണ് നീ. നിന്റെ പകുതി ടാലന്റ് പോലും അവനില്ല, എന്നിട്ട് അവനിപ്പോ വലിയ അയൺമാൻ പോലും. റിഗൻ, നിനക്ക് എന്തൊക്കെ കഴിവുണ്ടെന്ന് നമുക്ക് മാത്രമേ അറിയൂ, ഇവർക്ക് ആർക്കും അതറിയില്ല. ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു സ്വയം പൊങ്ങി ക്യാരക്ടറാണ് ഇദ്ദേഹത്തിന്റെ രണ്ടാമത്തെ പേഴ്സ്പെക്റ്റീവ്. ബേർഡ്മാൻ താനൊരു സൂപ്പർ ഹീറോ ആണെന്ന് വിചാരിക്കുമ്പോൾ ഉറപ്പായിട്ടും അത് ഇങ്ങനെയല്ലേ പെരുമാറൂ. ഒരു തരത്തിൽ ഇദ്ദേഹത്തിന് ഈ ബേർഡ്മാൻ്റെ ഒരു മോട്ടിവേഷൻ ആണെന്ന് പറയാം. ശേഷം നമ്മുടെ റിഗൻ പത്രക്കാർക്ക് ഇന്റർവ്യൂ കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് അവരൊരുമാതിരി വല്ലാത്ത ജാതി ക്വസ്റ്റ്യൻസ്. ഇദ്ദേഹത്തിന്റെ മുഖസൗന്ദര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ബേബി പിക്സിൽ നിന്നും, അതായത് പന്നിക്കുട്ടികളിൽ നിന്നും സെമൻ എടുത്ത് മുഖത്ത് കുത്തിവെച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. എന്തോന്ന് ഈ ഇൻഫർമേഷനൊക്കെ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടുന്നു? നിങ്ങൾ ട്വിറ്ററിൽ ആക്റ്റീവ് അല്ലാത്തതുകൊണ്ടാണ് മിസ്റ്റർ. പ്രോസ്റ്റേറ്റ് വിസ്പേഴ്സ് എന്നൊരു ട്വിറ്റർ അക്കൗണ്ട് ഇതേ കാര്യം ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. ഇല്ല, ആരും ട്വീറ്റ് ചെയ്താലും ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അത് നിങ്ങൾ അങ്ങനെ പറയുന്നത് എനിക്ക് മനസ്സിലാവും. ശരിക്കും നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ചെയ്തുകൊണ്ട് വല്ല റിസൾട്ടും ഉണ്ടോ? നിങ്ങളോട് പറയാൻ മനസ്സിലാകത്തില്ലേ ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലെന്ന്? ഓക്കെ, എന്നാൽ പിന്നെ നിങ്ങൾ ഈ ആരോപണം നിഷേധിക്കുന്നു എന്ന് ഞാൻ എഴുതിയേക്കാം. അല്ല, എന്തിനിങ്ങനെ എഴുതാൻ പോന്നേ? ആരോ എന്തോ ട്വീറ്റ് ചെയ്തെന്ന് പറഞ്ഞ് ഇത് നിങ്ങൾ വീണ്ടും വാർത്തയാക്കി കഴിഞ്ഞാൽ അറിയാത്ത ആളുകളും കൂടി ഇത് അറിയുമല്ലേ? ഇങ്ങനെയാണ് പത്രക്കാരിൽ ഭൂരിപക്ഷവും അവരുടെ ഒരു പൊതു രീതി. എവിടെന്നെങ്കിലുമൊക്കെ കിട്ടുന്ന ഇൻഫർമേഷൻ, ആരും അറിയാത്ത ഇൻഫർമേഷനും പൊക്കി പിടിച്ചുകൊണ്ട് വരും. പിന്നെ ഇദ്ദേഹത്തിന്റെ ഏറ്റവും സക്സസ്ഫുൾ ഫ്രാഞ്ചൈസ് ബേർഡ്മാനെ പറ്റിയൊക്കെ ചോദിക്കുന്നുണ്ട്. ബേർഡ്മാൻ 4 വരേണ്ടതായിരുന്നു, പക്ഷേ ഇദ്ദേഹം ഡേറ്റ് കൊടുത്തില്ല, ഇദ്ദേഹത്തിന് ആ സ്റ്റോറിയിൽ താല്പര്യമില്ലായിരുന്നു എന്നുള്ളൊരു മട്ടിൽ ഇദ്ദേഹം സംസാരിക്കുന്നുണ്ട്. പുള്ളിക്കും ആഗ്രഹം കാണത്തില്ലേ മറ്റുള്ള റോൾസ് ചെയ്ത് നന്നായിട്ട് ബെറ്റർ ആയിട്ട് വരണം, തന്നെ മറ്റുള്ള റോളിലും ആളുകൾ കാണണമെന്നൊക്കെ. ബേർഡ്മാൻ തന്നെ ചെയ്തുകൊണ്ടിരുന്നാൽ ആർക്കായാലും അതങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ ഇത്ര ബുദ്ധിമുട്ടുണ്ടാവും. ഇദ്ദേഹം എവിടെ ചെന്നാലും ബേർഡ്മാൻ മാത്രം. ഇദ്ദേഹത്തിൻ്റെതായിട്ടൊരു ഐഡന്റിറ്റി അല്ലെങ്കിൽ ബേർഡ്മാൻ വിട്ട് പുറത്തേക്ക് ഇദ്ദേഹത്തിന് വരാൻ പറ്റിയിട്ടില്ലെന്നുള്ളതാണ്. ഇന്റർവ്യൂ കഴിഞ്ഞ് ജേർണലിസ്റ്റ് പോയി ഉടനെ തന്നെ ഇദ്ദേഹം ആ റൂമിൽ വെച്ചിരുന്ന ബേർഡ്മാന്റെ വലിയൊരു ഫ്രെയിം ചെയ്ത ഫോട്ടോ എടുത്ത് മാറ്റുന്നുണ്ട്. ഫോട്ടോ മാത്രമേ മാറ്റാൻ പറ്റിയിട്ടുള്ളൂ. സ്റ്റിൽ ഇദ്ദേഹത്തിന്റെ ഉള്ളിൽ ആ ബേർഡ്മാൻ പേഴ്സണാലിറ്റി ഉണ്ട്. മാത്രമല്ല പൊതുജനങ്ങൾ എല്ലാവരും ഇദ്ദേഹത്തെ ബേർഡ്മാൻ ആയിട്ടാണ് കാണുന്നത്. ഇദ്ദേഹത്തിന്റെ ഒറിജിനൽ നെയിം അറിയില്ലെങ്കിലും ഇദ്ദേഹത്തിന്റെ മുഖം കണ്ടാൽ എല്ലാവരും ബേർഡ്മാൻ എന്നേ പറയൂ. എന്നായാലും ഇപ്പോൾ ഇവർക്കൊരു ആക്ടറെ വേണം. ആക്ടർ ഇല്ലാതെ ഡ്രാമ മുന്നോട്ട് പോകത്തില്ല.
അങ്ങനെ ആക്ടർക്ക് വേണ്ടിയുള്ള തിരച്ചിലിനൊടുവിൽ ഒരു ആക്ടർ അവൈലബിൾ ആണ്, മൈക്ക് ഷൈനർ. അവന്റെ പേര് കേട്ടപ്പോൾ തന്നെ നമ്മുടെ ഹീറോ വേണ്ടെന്നാണ് പറയുന്നത്. ഈ മൈക്ക് നന്നായിട്ട് അഭിനയിക്കും, അവൻ അത്യാവശ്യം പോപ്പുലാരിറ്റി ഉണ്ട്, പ്രത്യേകിച്ച് ഈ ഡ്രാമകളിലൊക്കെ ഒരുപാട് ജനപ്രീതിയുണ്ട്. അതുകൊണ്ട് തന്നെ ആള് വരും എന്നുള്ള കാര്യത്തിൽ ഇവർക്ക് സംശയമൊന്നുമില്ല. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവന്റെ സ്വഭാവം അത്ര ശരിയല്ലത്രേ. ഒരുമാതിരി ടൈപ്പ് ആണെന്നേ, പ്രത്യേകിച്ച് പെണ്ണുങ്ങളോടൊക്കെ കുറെ മോശമായിട്ട് പെരുമാറുന്ന അമ്മാതിരി ഒരുത്തനാണ്. അപ്പാർട്ട് ഫ്രം ദാറ്റ് പുള്ളിക്കാരൻ നന്നായിട്ട് അഭിനയിക്കും, ഒരുപാട് ഓഡിയൻസിനെ കൊണ്ടുവരാനുള്ള സ്റ്റാർഡും ഉണ്ട്. നന്നായിട്ട് പോയാൽ ഡ്രാമ ഹിറ്റ് ആവാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. നമ്മുടെ റിഗറിന് അത്ര അങ്ങോട്ട് താല്പര്യമില്ലെങ്കിലും ഡ്രാമ മുന്നോട്ട് പോകണമെങ്കിൽ മൈക്ക് വന്നേ പറ്റൂ. അവൻ പെർഫെക്റ്റ് ആണെന്നൊക്കെ പറഞ്ഞ പ്രൊഡ്യൂസർ ജെയ്ക്ക് അവനെ തന്നെ ഫിക്സ് ചെയ്തു. ഇതാണ് ആള്. നമ്മുടെ റിഗിന് ഇവന്റെ അടുത്ത് വന്ന് ഡയലോഗ് ഒക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ പുള്ളിക്കാരന് ഇത്രയും ലോങ് ആയിട്ടുള്ള ഡയലോഗ് ഒന്നും വേണ്ട, സിമ്പിൾ ആയിട്ട് കാര്യം ഒന്ന് പറഞ്ഞാൽ പോരെ എന്നുള്ള മട്ടിലാണ്. അവൻ ആരെന്നോ എന്ന് വരുമെന്നോ എപ്പോൾ വരുമെന്നോ എനിക്കറിയില്ല, എന്തായാലും അവൻ വരും, അതിനുവേണ്ടി ഞാൻ കാത്തിരിക്കുന്നു. എന്തിനാണ് ഇത്രയും വലിച്ചു നീട്ടി ഇമാതിരി ഡയലോഗ് ഒക്കെ? സിമ്പിൾ ആയിട്ട് ഐ ആം വെയിറ്റിംഗ് എന്ന് പറഞ്ഞാൽ പോരെ. ഇതാണ് മൈക്കിന്റെ ഒരു രീതി. സ്ക്രിപ്റ്റിനകത്തുള്ള കാര്യങ്ങളൊന്നും പുള്ളിക്കാരൻ മൈൻഡ് ചെയ്യാറേയില്ല. കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ പ്ലോട്ടിനനുസരിച്ച് അല്ലെങ്കിൽ ആ ഒരു സന്ദർഭത്തിനനുസരിച്ച് അവൻ അവൻ്റേതായിട്ടുള്ള ഡയലോഗ് അങ്ങ് ഉണ്ടാക്കിക്കോളും. ഈ ഡ്രാമയുടെ ഡയറക്ടർ കൂടിയായ നമ്മുടെ റിഗൻ ശരി എന്തെങ്കിലും ആയിക്കോട്ടെ, ഇവൻ എന്തെങ്കിലുമൊക്കെ കാണിച്ചോട്ടെ, എന്തായാലും ഇവൻ നന്നായിട്ട് പെർഫോം ചെയ്യുമെന്ന് അറിയാം, ഡ്രാമ നന്നായിട്ട് നടന്നാൽ മതി എന്നുള്ള മട്ടിലാണ്. ഇന്നലെയാണ് നമ്മുടെ ഹീറോയുടെ മകൾ സാം അങ്ങോട്ട് വരുന്നത്. ഹായ് ഹേയ് ഹലോ, ആര് ഈ പെൺകുട്ടി? എന്റെ മോളാ സാം. നിങ്ങൾ രണ്ടുപേരെയും കാണാൻ ഒരു മാച്ചും ഇല്ലല്ലോ, ശരിക്കും ഇത് നിങ്ങളുടെ തന്നെ? ഒരെണ്ണം കൊടുക്കാനുള്ള ദേഷ്യമുണ്ട്, പക്ഷെ ഡ്രാമ നടക്കുക അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. യവനല്ലാതെ വേറെ ആക്ടറിനെ കിട്ടാനില്ല. അതിനെ ഇവൾ ഈ ഡ്രാമയുടെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നിന്റെ കോസ്റ്റ്യൂം കാണിച്ചു തരും, അവളോട് ചെല്ല്. അല്ല ഇവളെന്തോന്നും പറയാൻ നിൽക്കുന്നേ, എന്തോ നീ ഒന്നും സംസാരിക്കത്തില്ലേ? സാം ആവട്ടെ എന്റെ വായിൽ നാക്കൊണ്ടാന്നുള്ള മട്ടില് എനിക്ക് നിൽക്കാം ഇരിക്കാം കറങ്ങാം എന്ത് വേണം ചെയ്യാം. ഇപ്പൊ എന്റെ കൂടെ നിന്ന് വരുമോ? ഗുഡ്, ബാ നമുക്ക് കോസ്റ്റ്യൂം മാറാം ബാ. ആക്ച്വലി എന്റെ പേര് മൈക്ക് ഷൈനർ. എനിക്ക് നിങ്ങളെ അറിയാം, ഞാൻ നിങ്ങളുടെ ഡ്രാമയൊക്കെ കണ്ടിട്ടുണ്ട്, നിങ്ങൾ അടിപൊളിയായിരുന്നു. താങ്ക് യു. പിന്നെ നിന്റെ ആസ് അടിപൊളി ആസാണ് കേട്ടോ. എന്ത് വർത്താനോടാ തെണ്ടി പറയണേ? ആദ്യമായിട്ട് കണ്ടപ്പോൾ തന്നെ ഇമ്മാതിരി ഡയലോഗാ. അതും പോരാഞ്ഞ് നമ്മുടെ സാമിനോടൊന്നും തിരിഞ്ഞിരിക്കാൻ പോലും പറയാതെ ഇവന്റെ ഡ്രസ്സ് മൊത്തം ഊരി പുതിയ ഡ്രസ്സ് ഇടുന്നു. കൾച്ചർ ഡിഫറൻസ്, ഡോണ്ട് മൈൻഡ്, അവരൊക്കെ അങ്ങനെയാണ്. മൈക്ക് ഇവിടെ ഇങ്ങനെ തുണിയും മണിയൊന്നും ഇല്ലാതെ നിൽക്കുന്നത് കണ്ട് ഈ ഡ്രാമയിൽ അഭിനയിക്കുന്ന ലെസ്ലി എന്നൊരു ആർട്ടിസ്റ്റ് ഇങ്ങോട്ട് വന്ന്, നിനക്ക് ഡ്രസ്സ് ഇട്ട് നിന്നൂടെ? ആ റിഗന്റെ മോൾ ഇവിടെ എവിടെയോ ഉണ്ട്. കൊച്ചാകെയും പോയും കിളി പോയ അവസ്ഥയിലാണ്. ഉള്ള പൊടിയെല്ലാം കൂടെ വലിച്ചു കയറ്റി ഒരുമാതിരി സെറ്റപ്പാണ് അവള്. അവളെ കാണാൻ ഇപ്പൊ ഇങ്ങോട്ട് വന്ന് നിന്റെ സാധനം കണ്ടിട്ട് അത് അവളുടെ അച്ഛൻ്റെ അടുത്ത് എന്ന് പറഞ്ഞ് പുള്ളിയുടെ മൂഡ് കളയുന്ന അവസ്ഥ ഉണ്ടാക്കില്ലേ? ലെസ്ലി, നീ ഇത് സാം ഇവിടെ ഇല്ലാത്തപ്പോൾ പറയണമായിരുന്നു. അവൾ കാണേണ്ടതെല്ലാം കണ്ടിട്ടുണ്ട്. ലെസ്ലിക്ക് എങ്ങനെയുണ്ടാവും? സാമിനെ പറ്റി ഇവൾ ഇങ്ങനെയൊക്കെയാണ് വിചാരിച്ച് വെച്ചേക്കുന്നതെന്ന് സാമും കേട്ടു. പണ്ടാറടങ്ങാൻ ഈ മൈക്ക് കാലമാടനെ താൻ എപ്പോൾ കണ്ടാലും ഇതാണൊരു അവസ്ഥ എന്നുള്ള മട്ടിൽ ലെസ്ലി. ദെൻ ഇവരുടെ ഡ്രാമയുടെ ഫസ്റ്റ് പ്രിവ്യൂ കാണാൻ അത്യാവശ്യം ഓഡിയൻസ് ഒക്കെ ഉണ്ട്. ഈ ഫസ്റ്റ് പ്രിവ്യൂവിൽ നമ്മുടെ മൈക്ക് ഒരു പണി ഒപ്പിക്കുന്നുണ്ട്. ഇവൻ ഡ്രിങ്ക് ചെയ്തുകൊണ്ടിരുന്ന് അഭിനയിക്കേണ്ട ഒരു സീനാണ്. അതിനകത്ത് അവർ വെള്ളമാണ് നോർമലി കൊടുക്കുക, പക്ഷേ ഇവൻ എന്ത് ചെയ്തു? ഒറിജിനൽ സാധനം എടുത്ത് വെച്ചു. കുറേ തവണ ഇങ്ങനെ ഡ്രിങ്ക് ചെയ്യേണ്ട സീനാണ്. അതിനകത്ത് അവൻ അത്രത്തോളം ഡ്രിങ്ക് ചെയ്തതിനനുസരിച്ച് പുള്ളിക്കാരന്റെ സമനില തെറ്റിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് സംഭവിക്കുന്ന അറിയാലോ? മൈക്കിന്റെ കൺട്രോൾ പോയി, സ്ഥിരതയില്ലാത്ത പോലെ പെരുമാറാൻ തുടങ്ങി. ഓഡിയൻസിനെയും അതും ഇതും പറഞ്ഞ് അവിടെയുള്ള സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തെറിഞ്ഞ് സ്റ്റേജും പൊളിച്ച് ഫസ്റ്റ് പ്രിവ്യൂ മൊത്തത്തിൽ കുളമാക്കി. ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വരെ എത്തിയിട്ട് ഒരുമാതിരി അവസ്ഥയെ നമ്മുടെ ഹീറോ എന്ത് ചെയ്തു? അവനെ ഒഴിവാക്കിയേക്കാൻ, മൈക്കിനെ ഡ്രാമയിൽ നിന്ന് ഒഴിവാക്കിയേക്കാൻ പറയുന്നു. ഇങ്ങനെ ഒരു അഭിപ്രായം മുന്നോട്ട് വെച്ചെന്ന് പറഞ്ഞ പ്രൊഡ്യൂസറിന് ഉടനെ അങ്ങനെ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. മൈക്കിന്റെ പേര് പറഞ്ഞാണ് ഇവർ കാര്യങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്തേക്കുന്നത്. മാത്രമല്ല അടുത്തടുത്ത് നടക്കാൻ പോകുന്ന പ്രിവ്യൂസിന്റെ ഡേറ്റും ടൈമും ഒക്കെ ഓൾറെഡി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതിന്റെ ടിക്കറ്റ് ഓൾറെഡി സെയിൽ ആയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയിൽ മൈക്കിനെ മാറ്റി കഴിഞ്ഞാൽ അത് ദോഷമേ ചെയ്യൂ, ആകെ മൊത്തം കയ്യിൽ നിന്ന് പോകും. സോ ഇനി വേറെ ഓപ്ഷൻ ഇല്ല, മൈക്കിനെ കൊണ്ട് അഭിനയിപ്പിച്ചേ പറ്റൂ. ഇവിടെ ഇപ്പോൾ നമ്മുടെ റിഗിന് ഇത് മാത്രമല്ല പ്രശ്നം, ഇങ്ങേരുടെ മകൾ സാമുമായിട്ടുള്ള ആ ഒരു ബന്ധം അത് അത്ര നല്ല രീതിയിലല്ല ഇപ്പോൾ പോകുന്നത്. നേരത്തെ പറഞ്ഞിരുന്നല്ലോ പുള്ളിക്കാരി ഡി അഡിക്ഷൻ സെന്ററിലൊക്കെ ആയിരുന്നു. സോ അതിനുശേഷം ഇപ്പോൾ തിരിച്ചു വന്ന് ഇവിടെ ഇങ്ങേറോടെ വർക്ക് ചെയ്യുന്നുണ്ട്. എന്നാലും ആ ഒരു അച്ഛൻ മകൾ റിലേഷൻഷിപ്പ് അതങ്ങോട്ട് ശരിക്കും ഒന്നും ഓൺ ആയിട്ടില്ല. മീൻസ് കാണുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും ചിരിക്കും വർക്ക് ചെയ്യുന്നുണ്ട്, അതൊക്കെ ശരി. എന്നാലും അച്ഛൻ മകൾ റിലേഷൻഷിപ്പ് പഴയ പോലെ ആയിട്ടില്ല. ഒരു സിനിമ നടനാകുമ്പോൾ അറിയാലോ അതിൻ്റെതായിട്ടുള്ള പ്രഷറുണ്ട്. ലൈഫിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. ആഫ്റ്റർ ഓൾ ഇദ്ദേഹം ബേർഡ്മാനിലൊക്കെ അഭിനയിച്ച് കരിയറിൽ അങ്ങനെ സക്സസ് ആയി പോയിക്കൊണ്ടിരുന്നപ്പോൾ മകളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കാനേ പറ്റിയില്ല. ഇപ്പോഴും ഒന്ന് മനസ്സ് തുറന്ന് സംസാരിക്കേണ്ട ആവശ്യം ഉണ്ടാവത്തുള്ളൂ. അവളൊന്ന് പ്രോപ്പറായിട്ട് ഇദ്ദേഹത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. പക്ഷേ അതിന് അവളും തയ്യാറാവുന്നില്ല, ഇദ്ദേഹവും തയ്യാറാവുന്നില്ല. മകളുമായിട്ടുള്ള ബന്ധത്തിന് മാത്രമല്ല കുടുംബജീവിതത്തിലും നമ്മുടെ റിഗൻ വൻ പരാജയമായിരുന്നു. ഡിവോഴ്സ്ഡ് ആണ്. ഇങ്ങേറെ എക്സ് വൈഫ് ഇതുപോലെ ഇടയ്ക്കിടെ വന്ന് കാണാറുണ്ട്, എന്തെങ്കിലുമൊക്കെ സംസാരിക്കാറുണ്ട്, പോകാറുണ്ട്, അത്ര തന്നെ. പുള്ളിക്ക് ഒരേ ഒരു ഭാര്യ മാത്രമേ ഉള്ളൂ. അത് പുള്ളിയുടെ വർക്കാണ്, അങ്ങേറെ സക്സസ് ആണ്. സക്സസിന് വേണ്ടി പുള്ളി എന്തും ചെയ്യും. സിനിമയുടെ തുടക്കം കാണിച്ച ആ പോയം പോലെ ബിലോവ്ഡായി മാറുക, ആർക്കെങ്കിലുമൊക്കെ പ്രിയപ്പെട്ടതായി മാറുക, അത്ര തന്നെ. അതിനൊക്കെ ശേഷം നമ്മുടെ മൈക്ക് കെട്ടിറങ്ങി തലവേദനയൊക്കെ കഴിഞ്ഞ് നോക്കിയായി വന്നപ്പോഴേക്കും നമ്മുടെ ഹീറോ അവന്റെ കൂടെ ഒരു ബാറിൽ പോകുന്നുണ്ട്. ഫസ്റ്റ് പ്രിവ്യൂവിന് ഇവൻ സ്റ്റേജിൽ കാണിച്ചു കൂട്ടിയ കാര്യങ്ങളെപ്പറ്റി ഇവൻ മൈൻഡ് ചെയ്യുന്ന പോലും ഇല്ല. സ്റ്റേജിൽ എന്തെങ്കിലുമൊക്കെ നടക്കട്ടെ, നമുക്കൊരു കൂസലും ഇല്ലെന്നുള്ള മട്ടിലാണ് പുള്ളി. അത് അങ്ങനെ ഒരു ജീവി. ചുറ്റുപാട് നടക്കുന്നത് എന്തൊക്കെയാണെന്ന് ശ്രദ്ധിക്കുന്ന പോലുമില്ല. നമ്മൾ നമ്മുടെ കാര്യം നോക്കി മുന്നോട്ട് പോവുക, പിന്നെ ബാക്കിയൊക്കെ സംഭവിച്ചോളും. സക്സസ് വരുവാണെങ്കിൽ വരട്ടെ, അല്ലെങ്കിൽ ഫെയിലിയർ ആണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ, ഇതിനൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട. ഇവർ രണ്ടാളും ചെന്ന് ഇതേ ബാറിൽ തബിത എന്നൊരു സ്ത്രീ ഇരിക്കുന്നുണ്ട്. പുള്ളിക്കാരി വളരെ പ്രശസ്തയായ ഒരു റിവ്യൂവർ ആണ്. ഇവിടെ നടക്കാറുള്ള തിയേറ്റർ ഡ്രാമാസ് ഒക്കെ കണ്ട് അതിന്റെ റിവ്യൂസ് എഴുതുകയാണ് പണി. സത്യം പറഞ്ഞാൽ തബിതയുടെ കയ്യിലാണ് നമ്മുടെ ഹീറോയുടെ ഫ്യൂച്ചർ എന്ന് തന്നെ പറയാം. ഇവൻ ആഗ്രഹിക്കുന്ന സക്സസ് ഇവന് കിട്ടണമെന്നുണ്ടെങ്കിൽ തബിത ഇവരുടെ ഡ്രാമയെ പറ്റി നല്ലതായിരിക്കും എഴുതേണ്ടത്. അഥവാ പുള്ളിക്കാരി
അങ്ങേരെ എഴുതുന്ന മോശമായിട്ടാണെങ്കിൽ ഡ്രാമ പൊട്ടി, പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇതിനിടെ നമ്മുടെ റിഗിനെ തിരിച്ചറിഞ്ഞ ഒരു ഫാമിലി അങ്ങേരുടെ കൂടെ ഒന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. മൈക്കിനെ അവർക്ക് മനസ്സിലായി കാണത്തില്ല, ഫോട്ടോ എടുക്കാൻ മൈക്കിനെയാണ് ഏൽപ്പിക്കുന്നത്. സ്റ്റിൽ മൈക്കിന് യാതൊരു പ്രശ്നവുമില്ല, ഒരു തരത്തിലുള്ള ജലസ് ഫീലിംഗും ഇല്ല. പുള്ളിക്കാരൻ ഫോട്ടോ എടുത്ത് കൊടുത്തു. ശേഷം തിരികെ തിയേറ്ററിൽ വരുമ്പോഴാണ് ഇദ്ദേഹത്തിന്റെ മകൾ ഒരു റൂമിൽ ഇരിക്കുന്നത് കാണുന്നത്. അവളോട് സംസാരിക്കാന്ന് കയറി അകത്ത് കയറിയപ്പോഴോ അവിടെ ആകെ ഒരുമാതിരി എന്തോ സാധനത്തിന്റെ സ്മെല്ല്. കുറെ നാൾ ഡി അഡിക്ഷൻ സെന്ററിൽ കിടന്നവളാണ്. അവിടുന്ന് വന്നിട്ടും പിന്നെ ഇമാതിരി സാധനമൊക്കെ യൂസ് ചെയ്യുക ഇദ്ദേഹത്തിന് സഹിക്കുമോ? പുള്ളി ഒരുമാതിരി കലിപ്പായി ഇവളോട് വല്ലാണ്ടങ്ങ് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നുണ്ട്. നിന്റെ ഫ്രണ്ട്സ് അത് ഇത് വൈറലാവാന്നുള്ളത് മാത്രമേ ഉള്ളൂ ചിന്ത. നിന്റെ തന്തേന്നൊരുത്തിന് ഇവിടെ ഉണ്ട്. എന്റെ കരിയറിനെ പറ്റി ഒരാളും ചിന്തിക്കരുത്. നീ ഓരോന്ന് ഇങ്ങനെ കാണിച്ചു പോകും, അത് പിന്നെ വാർത്തയാവാതെ എന്റെ കരിയറിനെ അഫക്റ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞ് പുള്ളി ഒരു മാതിരി ഡയലോഗ്. ഇതെല്ലാം കേട്ട സാം നിങ്ങളെപ്പോഴും നിങ്ങളുടെ കരിയറിനെ പറ്റി മാത്രമേ ചിന്തിക്കുന്നുള്ളൂ, എന്നെ പറ്റി ചിന്തിക്കുന്നില്ല എന്ന് പറഞ്ഞ് അവളുടെ ഭാഗം പറയുന്നു. റിഗൻ പോപ്പുലർ ആയത് ബേർഡ്മാൻ അത് അഭിനയിച്ചുകൊണ്ടാണല്ലോ. ബേർഡ്മാൻ ക്യാരക്ടർ ആണെങ്കിൽ മാസ്ക് ഒക്കെ വെച്ചിട്ട് അങ്ങനെയുള്ള രൂപത്തിലാണ് വരിക. സോ ആളുകൾക്ക് ഇദ്ദേഹത്തിന്റെ ഫേസ് പോലും ഓർമ്മ കാണില്ല എന്നുള്ള രീതിയിലൊക്കെ ഇവള് സംസാരിക്കുന്നുണ്ട്. സാം അതിന്റെ ട്രിപ്പിങ്ങിലായിരുന്നേ, അതുകൊണ്ട് മനസ്സിൽ വന്ന് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. ഇദ്ദേഹത്തിന്റെ ഒരു ട്വിറ്റർ അക്കൗണ്ടില്ല, ബ്ലോഗേഴ്സിനെ ഇദ്ദേഹം വെറുക്കുന്നു, ഈവൻ ഫേസ്ബുക്ക് പേജ് പോലും ഇല്ല, ഇങ്ങനൊരു മനുഷ്യൻ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് പോലും ആരും കരുതുന്നില്ലെന്നൊക്കെ പറഞ്ഞ് അത്ര മോശമായിട്ട് പറഞ്ഞു. തന്റെ മകൾ ഇങ്ങനെ പറഞ്ഞതോടെ ഒരുമാതിരി അങ്ങ് വിഷമത്തിലായി ഇദ്ദേഹം ആവട്ടെ. സാം നേരത്തെ വലിച്ചു എന്ന് ഇദ്ദേഹം ആരോപിച്ച ആ സാധനം ഉണ്ടല്ലോ, അതിന്റെ ബാക്കി കുറച്ച് അവിടെ ഉണ്ടായിരുന്നു, അതെടുത്ത് ഇങ്ങേര് വലിക്കുന്നു. വിഷമം കൊണ്ട് ചെയ്തതാവും, ഇത്രയൊക്കെ കേട്ടതല്ലേ. ഒരുപക്ഷെ അവളും ഇതുപോലെ എന്തെങ്കിലും വിഷമം കാരണം ചെയ്തതായിരിക്കുമോ. ദെൻ അതിനൊക്കെ ശേഷം ഇവരുടെ ഡ്രാമയുടെ രണ്ടാമത്തെ പ്രിവ്യൂ. ഡ്രാമയുടെ ആക്ച്വൽ സ്റ്റോറി എന്ന് പറയുന്നത് നമ്മുടെ റിഗന്റെ വൈഫായിട്ട് അഭിനയിക്കുന്നത് ലെസ്ലിയാണ്. ഈ ലെസ്ലിക്ക് ആവട്ടെ മൈക്കിന്റെ ക്യാരക്ടറുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. ലെസ്ലി മൈക്കും സെക്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ റിഗൻ അങ്ങോട്ട് വന്ന് ഇവരുടെ ഈ റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കുന്നതും മനമെടുത്ത് അദ്ദേഹം സ്വയം ഷൂട്ട് ചെയ്ത് മരിക്കുന്നതുമാണ് ഇതിന്റെ പ്ലോട്ട്. ഇവിടെ ഈ ഒരു പോർഷൻ തുടങ്ങുന്നത്, അല്ലെങ്കിൽ ഈ ഒരു പാർട്ട് തുടങ്ങുന്നത് നമ്മുടെ ലെസ്ലി മൈക്കും സെക്സ് ചെയ്യുന്നത് കാണിച്ചുകൊണ്ടാണ്. ആ ഒരു പ്ലോട്ട് കാണിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. മൈക്കിന്റെ ഒരു രീതി അനുസരിച്ച് ഡ്രാമയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അവൻ ഒറിജിനലായിട്ട് ചെയ്യണം. നേരത്തെ വെള്ളത്തിന് പകരം മദ്യം എടുത്ത് ഒഴിച്ചു വെച്ചതും ആ ഒരു ഉദ്ദേശത്തിലാണ്. ഇപ്പൊ ഇവളുടെ സെക്സ് ചെയ്യണമെന്ന് പറഞ്ഞാൽ റിയൽ ആയിട്ട് സെക്സ് ചെയ്യണമെന്ന് ഇവൻ വാശി പിടിക്കുന്നു. പാവം ലെസ്ലി ഡ്രാമയ്ക്ക് ഇടയിലായി പോയി. അലറി വിളിക്കാൻ പറ്റുമോ? അലറി വിളിക്കുന്നുണ്ടെങ്കിലും ആ ഒരു സൗണ്ട് സെറ്റപ്പ് ഒക്കെ കാരണം ആരും കേൾക്കുന്നുമില്ല. പുള്ളിക്കാരി ഒരു വിധത്തിലും മേനക്കെട്ട് കഷ്ടപ്പെട്ട് ഈ തെണ്ടിനെ പിടിച്ചു നിർത്തി. നമ്മുടെ റിഗൻ സീനിൽ വരുന്നത് വരെ അവൾക്ക് പിടിച്ചു നിർത്താൻ പറ്റുന്നുണ്ട്. ദെൻ മൂവരും ക്യാരക്ടറായി മാറി അവരവരുടെ ഡയലോഗ് പറഞ്ഞ് നമ്മുടെ ഹീറോ സ്വയം ഷൂട്ട് ചെയ്ത് മരിക്കുന്നു. ഡ്രാമയിൽ റിയൽ ആയിട്ടല്ലോ, ഇങ്ങനെ കയ്യിലിരിക്കുന്ന ഫേക്ക് ഗണ്ണാണ്. മേ ബി നമ്മുടെ റിഗൻ ചെയ്യുന്ന റോൾ എങ്ങാനും മൈക്കിനെ ഏൽപ്പിച്ചിരുന്നെങ്കിൽ അവൻ ചിലപ്പോൾ ഒറിജിനൽ ഗണ്ണും കൊണ്ട് വന്ന് സ്വയം ഷൂട്ട് ചെയ്ത് മരിച്ചേനെയും. ഡ്രാമ തീർന്നതും ലെസ്ലി ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. അല്ല പിന്നെ ഇത്രയും ജനങ്ങൾ ഇവിടെ കാണാൻ വന്നിരിക്കുന്നു, ഇതൊരു പ്രിവ്യൂ ആണെങ്കിലും അതിനിടയ്ക്ക് വെച്ച് അവൻ ഇവളോട് ഒറിജിനലായിട്ട് സെക്സ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കാ ദേഷ്യം വരാതിരിക്കുക. ഇങ്ങനെയൊക്കെ കാണിക്കുന്ന ഈ മൈക്കിനെ വെച്ച് തന്നെ അഭിനയിപ്പിക്കുന്ന ഇവരുടെ ഗതികേടെ വേറെ വഴിയില്ലാതുകൊണ്ട് ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യേണ്ടി വരുന്നു. മൈക്ക് ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തു കൂട്ടി, എന്നിട്ടും അവനങ്ങോട്ട് തികയുന്നില്ല. അവൻ ഇനിയിപ്പോൾ ഡ്രാമയ്ക്ക് യൂസ് ചെയ്യാൻ ഒറിജിനൽ ഗണ്ണ് വേണം, അല്ലെങ്കിൽ ഒറിജിനൽ ഗണ്ണ് പോലെ തോന്നിക്കുന്ന അതുപോലത്തെ ഗണ്ണ് വേണം അത്രേ. കാരണം രണ്ടാമത്തെ പ്രിവ്യൂവിന് ഇവർ യൂസ് ചെയ്ത ആ ഗണ്ണ് കാണുമ്പോൾ തന്നെ അത് ഫേക്ക് ആണെന്ന് എല്ലാവർക്കും മനസ്സിലാവും അത്രേ. ഈ അവനെ കൊണ്ട് ഇനിയിപ്പോൾ നമ്മുടെ റിഗൻ സ്വയം അങ്ങ് ഷൂട്ട് ചെയ്ത് മരിച്ചേക്ക്, ഒറിജിനൽ ഗണ്ണ് യൂസ് ചെയ്തേക്ക്, എങ്കിലേ പെർഫെക്ഷൻ കിട്ടുമെന്ന് പറയുമായിരിക്കും ഇവൻ. എന്തോ മൈക്ക് വെള്ളത്തിന്റെ പുറത്ത് പറയുന്നതാവാൻ നമുക്ക് കരുതാം. എന്തായാലും ഇത്രയൊക്കെ ചെയ്ത് ഇത്രയൊക്കെ ഒപ്പിച്ച് കൂട്ടിയിട്ട് തിയേറ്ററിന് മുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മുടെ റിഗന്റെ മകൾ, നമ്മുടെ ഹീറോയിൻ സാം അവിടെ ഇരിക്കുന്നുണ്ട്. നേരത്തെ ഇവളുടെ അച്ഛനോട് ഇത്തിരി മോശമായിട്ട് സംസാരിക്കേണ്ടി വന്നായിരുന്നല്ലോ. പുള്ളിക്കാരൻ അങ്ങനെയൊക്കെ സംസാരിച്ചപ്പോൾ ഇവളും വായി തോന്നിയത് എന്തൊക്കെയോ വിളിച്ച് പറഞ്ഞു. ആ ഒരു വിഷമത്തിൽ അങ്ങനെയൊക്കെ പറയേണ്ടി വന്നല്ലോ എന്ന് ഓർത്ത് ഇവിടെ വന്ന് മാറിയിരിക്കുകയാണ്. ഇവർക്ക് രണ്ടാൾക്കും കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളാണ്. ഒരാൾക്കാണെങ്കിൽ അഡിക്ഷൻ വിട്ട് പുറത്തു വരാൻ സാധിക്കുന്നില്ല, മറ്റൊരാളാണെങ്കിൽ അവൻ എന്ത് പറയണം, ഏത് സാഹചര്യത്തിൽ പറയണമെന്ന് അറിയത്തില്ല. രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ച് ട്രൂത്ത് ഓർ ഡെയർ ഒക്കെ കളിക്കുന്നുണ്ട്. മൈക്ക് ട്രൂത്ത് പറഞ്ഞപ്പോൾ സാം അവനോട് ആദ്യം ഇവർ തമ്മിൽ കണ്ടുപിട്ടിയപ്പോൾ എന്തുകൊണ്ടാണ് അവളുടെ ആസിനെ പറ്റി അങ്ങനെ ഒരു കമന്റ് പറഞ്ഞതെന്ന് ചോദിക്കുന്നു. അത് ഞാൻ പറഞ്ഞത് കറക്റ്റ് അല്ലേ? നിനക്കൊരു ടെറിഫിക് ആസാണുള്ളത്, നിന്നോട് ആരും പറഞ്ഞിട്ടില്ല? ഇതിനൊക്കെ അവൾ എന്തോന്ന് മറുപടി പറയാനാണ്. നെക്സ്റ്റ് അവൾ ഡെയർ യൂസ് ചെയ്തു. അപ്പോൾ മൈക്ക് അവളോട് ആവശ്യപ്പെടുന്നത് താഴെ റോഡിലൂടെ നടന്നു പോകുന്ന ഒരു മനുഷ്യന്റെ തലയിൽ തുപ്പാൻ. എങ്ങനെയുണ്ട്? ഇവളും പറഞ്ഞ പോലെ തന്നെ കേട്ടു. ഒരു കാര്യമില്ലായിരുന്നു, അതുവഴി പൊക്കോണ്ടിരുന്ന ഒരു മനുഷ്യന്റെ അവസ്ഥയെ അങ്ങനെ എന്ത് ചെയ്തു? അങ്ങേരുടെ തലയിൽ തുപ്പി വെച്ചേക്കുന്നു. ശേഷം അടുത്ത ദിവസം രാവിലെ ന്യൂസ് പേപ്പർ വരുമ്പോൾ അതിൽ ഇവരുടെ ഡ്രാമയെ പറ്റി ന്യൂസ് ഉണ്ട്. എന്നാൽ മെയിൻ ക്യാരക്ടറായിട്ടുള്ള നമ്മുടെ ഹീറോയെ പറ്റിയല്ല, ഇവൻ കൊണ്ടുവന്ന മൈക്ക് ഉണ്ടല്ലോ അങ്ങേരെ പറ്റിയാണ് ന്യൂസ് മൊത്തം. കഴിഞ്ഞ രാത്രി പ്രിവ്യൂ ഒക്കെ കഴിഞ്ഞ് മൈക്ക് പത്രക്കാരെ കണ്ടായിരുന്നേ. അവനെ പറ്റി പത്രക്കാരോട് തള്ളി മറിച്ചു വെച്ചു. അവരാവട്ടെ അത് അതുപോലെ ന്യൂസ് പേപ്പറിനകത്ത് അടിച്ചും വെച്ചിട്ടുണ്ട്. ഡ്രാമയുടെ സെൻട്രൽ ക്യാരക്ടറായ, ഡ്രാമയുടെ ഡയറക്ടറായ ഹീറോയെ പറ്റി അതിനകത്ത് കാര്യമായിട്ടൊന്നും തന്നെ പറയുന്നില്ല. ഏതാ അവസ്ഥ? എങ്ങനെയെങ്കിലും ഇങ്ങേരുടെ പഴയ സ്റ്റാർഡത്തിലേക്ക് വരാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടുമ്പോൾ അതിനിടയിൽ ഇങ്ങനെ ഓരോരോ വള്ളികൾ. ഇങ്ങനെ ഒരു വാർത്ത വന്നതിനെ തുടർന്ന് എന്തൊക്കെ പ്രശ്നമായിരുന്നു. റിഗനും മൈക്കും തമ്മിൽ വലിയ തരത്തിലുള്ള വാഗ്വാദമായി, അവന്മാരെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര തർക്കമായി, അടിയായി, ബഹളമായി, ആകെ മൊത്തം സീൻ. ഈ സീനൊക്കെ ഒരു വൺ ഷോട്ടിൽ എടുത്തേക്കുന്നതിൻ്റെ കൂട്ടാ. ഓൾമോസ്റ്റ് ഈ സിനിമയിൽ ഒരു 90% സീനുകളും വൺ ഷോട്ടിൽ എടുത്തേക്കുന്നതിൻ്റെ കൂടെ തന്നെയാണ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. റിഗൻ ഒരുമാതിരി അങ്ങ് ദേഷ്യത്തിലാണ്. ഇങ്ങനെയൊക്കെ സംഭവിച്ചതിനെ തുടർന്ന് പുള്ളിക്കാരൻ സ്വയം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അതിന്റെ കൂടെ ഇവന്റെ മനസ്സിലുള്ള ഒരു സെക്കൻഡ് പേഴ്സണാലിറ്റി ബേർഡ്മാനും ഇവനെ വാശി പിടിപ്പിക്കുന്നു. നീ ഒരു പരാജയമാണ് റിഗിൻ, യുവമാരെ ഒന്ന് നിലയ്ക്ക് നിർത്താൻ നിനക്ക് പറ്റുന്നില്ലേ, നീയല്ലേ ഇതിന്റെ ഡയറക്ടർ എന്നൊക്കെ പറഞ്ഞ് ബേർഡ്മാൻ കൂടെ പറയുന്നതോടെ ഇങ്ങനെ സകല കൺട്രോളും പോകുന്നുണ്ട്. ഇതാ കണ്ടില്ലേ, സൂപ്പർ ഹീറോസ് ചെയ്യുന്ന പോലെ കൈ ഇങ്ങനെ കാണിച്ച് അങ്ങനെ അങ്ങോട്ട് ചെയ്യുമ്പോഴത്തേക്ക് സാധനങ്ങളൊക്കെ പറക്കുന്നു. ആ റൂമിലുള്ള സാധനങ്ങളെല്ലാം അടിച്ച് നശിപ്പിക്കുന്നു. സംഭവം ആക്ച്വലി ഇങ്ങനെ ഈ സാധനങ്ങളിലൊക്കെ തൊട്ട് വലിച്ചെറിഞ്ഞ് അങ്ങനെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇങ്ങനെ പെർസ്പെക്റ്റീവിലൂടെ നോക്കുമ്പോൾ ഇതെല്ലാം ഇങ്ങനെ ഒരു സൂപ്പർ ഹ്യൂമൻ ചെയ്യുന്നതിന്റെ കൂട്ടാണ് അങ്ങേർക്ക് തോന്നുന്നത്. അതാണ് നമ്മളും കാണുന്നത്. ഒരുമാതിരി സ്വയം കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്കാകുമ്പോൾ ഈ ഡ്രാമയും പുല്ലെല്ലാം അവസാനിപ്പിച്ചേക്കാം, ഇത്രയും നാൾ കഷ്ടപ്പെട്ടതൊക്കെ പോട്ട് പുല്ലെന്ന് പറഞ്ഞ് ഇവൻ തീരുമാനിക്കുന്നുണ്ട്. ബട്ട് ഇവന്റെ ഫ്രണ്ട്, ഇവരുടെ പ്രൊഡ്യൂസർ ജെയ്ക്ക് ഇടപെട്ട് അവനെ സമാധാനിപ്പിച്ച്, റിഗിന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവും, പക്ഷേ ഇനി അങ്ങോട്ടുള്ള റിവ്യൂസിന്റെയും അടുത്ത് നടക്കാൻ പോകുന്ന ഡ്രാമ ഷോയുടെയും എല്ലാത്തിനും ടിക്കറ്റ് തീർന്നിരിക്കുക. മാത്രമല്ല നമ്മുടെ ഡ്രാമ
കാണാൻ ആരാ വരുന്നതെന്നറിയോ? മാർട്ടിൻ സ്കോർസെസി വരുന്നുണ്ട്. അദ്ദേഹത്തെ പോലൊരു ഡയറക്ടർ നിന്റെ പെർഫോമൻസ് കണ്ട് ഇംപ്രസ്ഡ് ആയാൽ നിന്റെ സ്ഥാനം എവിടാ? ഒന്ന് ആലോചിച്ച് നോക്ക്. അങ്ങേറെ അടുത്ത പടത്തിലെ കാണാൻ നിന്നെ കാസ്റ്റ് ചെയ്താ. ഇങ്ങനെയൊക്കെ പറഞ്ഞതോടെ നമ്മുടെ ഹീറോ ഒന്ന് തണുത്തു, ഒന്ന് സമാധാനപ്പെട്ടു. ഇവർ തമ്മിലുള്ള ഈ കോൺവെർസേഷനൊക്കെ റിഗിന്റെ എക്സ് വൈഫും അതേപോലെ നമ്മുടെ ലെസ്ലിയും പുറത്തു നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. പ്രൊഡ്യൂസർ ജേക്ക് റൂമിൽ നിന്ന് ഇറങ്ങി പുറത്തു വരുമ്പോൾ ശരിക്കും മാർട്ടിൻ സ്കോർസെസി വരുന്നുണ്ടോ? പിന്നെ നിങ്ങൾ അറിഞ്ഞില്ലേ? മാർട്ടിൻ മാത്രമല്ല, റോമിലെ പോപ്പും വരുന്നുണ്ട്. യജാതി, അങ്ങേര് വെറുതെ കള്ളത്തരം പറഞ്ഞതാണ്. ഇവിടെ ഒരു ഡയറക്ടറും വരാൻ പോകുന്നില്ല. ഇവനെ കൊണ്ട് എങ്ങനെയും സമ്മതിപ്പിച്ച് ഡ്രാമ കംപ്ലീറ്റ് ചെയ്യണം. ഇങ്ങേർക്ക് ഇറക്കിയ പൈസ നഷ്ടപ്പെടാൻ പാടില്ല, അതാണ് ഉദ്ദേശം. ശേഷം നമ്മുടെ മൈക്ക് വീണ്ടും തിയേറ്ററിന് മുകളിലേക്ക് കയറി ചെല്ലുന്നുണ്ട്. ഇന്നലെ സാം വരുന്ന അതേ സ്ഥലത്തേക്ക്. ഇപ്പോഴും സാം അവിടെ തന്നെയുണ്ട്. ഇന്നലെയും ഇന്നുമായിട്ട് ഓരോന്നൊക്കെ അവളോട് സംസാരിച്ച് അവർ തമ്മിൽ കിസ് ചെയ്യുന്നുണ്ട്. മുമ്പേ സൂചിപ്പിച്ചിരുന്ന പോലെ ഇവർ രണ്ടാളും ഏകദേശം ഒരു സിമിലർ കണ്ടീഷനിലുള്ള ആളുകളാണ്. പിന്നെ ട്രൂത്ത് ഓർ ഡെയർ ഒക്കെ കളിച്ച് കുറച്ചുകൂടി ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ പറ്റിയതോടെ രണ്ടുപേരും തമ്മിൽ അങ്ങനെയൊക്കെ ആയി. ഇതേ സമയം താഴെ തിയേറ്ററിനകത്ത് ഡ്രാമ നടന്നുകൊണ്ടിരിക്കുക. അതിന്റെ പ്രിവ്യൂ നടന്നുകൊണ്ടിരിക്കുക. മൂന്നാമത്തെ പ്രിവ്യൂ. ഫസ്റ്റ് ആക്ട് കഴിഞ്ഞ് റിഗിൻ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി വന്ന് സെക്കൻഡ് ആക്ടിന് വേണ്ടിയുള്ള മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കാണുന്ന കാഴ്ചയോ ദേ മൈക്കും ഇങ്ങേറെ മകളും കിസ് ചെയ്യുന്നത് ഇദ്ദേഹത്തിന് എങ്ങനെയുണ്ടാവും? അതും മൈക്കിനെ പോലെ ഒരുത്തിന്റെ കൂടെ. ആ സമയത്തുണ്ടായ ടെൻഷൻ കാരണം പുള്ളിക്കാരൻ ഒരു സിഗരറ്റ് മേടിച്ച് ഒരു ഗൗണൊക്കെ ഇട്ട് ജസ്റ്റ് ആ ഒരു തിയേറ്ററിന് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ഇങ്ങേറെ കഷ്ടകാലം. ആ ഡോർ അങ്ങ് അടഞ്ഞുപോയി. അതാണെങ്കിൽ പുറത്തുനിന്ന് തുറക്കാൻ പറ്റാത്ത ഡോറും. മാത്രമല്ല ഇങ്ങേരിട്ടിരുന്ന ഗൗണിന്റെ പാതി ഡോറിനിടയിൽ ലോക്കായി പോയി. എന്തൊരവസ്ഥയാണെന്ന് നോക്കിക്കോണേ. ഇനിയിപ്പോൾ ആകെ 2 മിനിറ്റേ ഉള്ളൂ. എങ്ങനെയെങ്കിലും ഇങ്ങനെ സ്റ്റേജിൽ എത്തിയേ പറ്റൂ. ഇല്ലാച്ചാൽ ഡ്രാമ മൊത്തം കുളമാകും. പുള്ളിക്കാരൻ രണ്ടും കൽപ്പിച്ച് ഗൗൺ ഊരി അവിടെ തന്നെ ഇട്ട് ഒരു ജട്ടി മാത്രം ഇട്ടുകൊണ്ട് പബ്ലിക് റോഡിലൂടെ ചെല്ലുകയാണ്. എങ്ങനെയും തിയേറ്ററിനകത്ത് കയറണ്ടേ? അതിനാകെ ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ. ഓഡിയൻസ് എല്ലാവരും കയറി വരുന്ന ആ വഴി. പാവത്തിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്കോണേ. ഇത്രയും പോപ്പുലർ ആയിട്ടുള്ള ഒരു മനുഷ്യൻ ജട്ടി മാത്രം ഇട്ട് ഇത്രയും ആളുകളുടെ ഇടയിലൂടെ. ഇതിനിടെ കുറെ ആളുകൾ ഇങ്ങനെ ഓട്ടോഗ്രാഫ് വാങ്ങാൻ വരുന്നു. ഇങ്ങനെ ഫോട്ടോയും വീഡിയോയും എടുക്കുന്നു. ഓഫ് കോഴ്സ് അവരത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യും. ഉറപ്പായിട്ടും അത് വൈറലാവും. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഇദ്ദേഹത്തിന് വ്യക്തമായി അറിയാം. എന്നിട്ടും ഇദ്ദേഹം തന്റെ ഡ്രാമ കംപ്ലീറ്റ് ചെയ്യണമെന്നുള്ള ആ ഒരു വാശിയിൽ, ആ ഒരു ആഗ്രഹത്തിൽ അദ്ദേഹം ജട്ടി മാത്രം ഇട്ട് ഇങ്ങനെ പുറത്തോടെ പോവാണ്. ആഫ്റ്റർ ഓൾ അകത്ത് നടക്കുന്നത് ഒരു പ്രിവ്യൂ ഷോ ആണ്. ഇനിയാണ് ഡ്രാമ നടക്കാൻ പോകുന്നത്. സ്റ്റിൽ ഇദ്ദേഹം വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. ഓഡിയൻസ് ഒക്കെ വരുന്ന വഴി തിയേറ്ററിനകത്ത് നിന്ന് ഗണ്ണില്ലാത്തത് കൊണ്ട് പുള്ളിക്കാരന്റെ കൈ വെച്ച് മാനേജ് ചെയ്യുന്നു. കയ്യിൽ രണ്ടുപേരിൽ മാത്രം ഇങ്ങനെ മടക്കി പിടിച്ച് തോക്ക് പോലെ ആക്കൂലേ, അങ്ങനെ ആ ഓഡിയൻസിനിടയിൽ നിന്ന് സ്റ്റേജിലേക്ക് കയറി ചെന്ന് ഡ്രാമയിലെ ഡയലോഗ് ഒക്കെ പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്യുന്നു. ഇവിടെ ഇങ്ങനെയൊക്കെ സംഭവിച്ചതോടെ സോഷ്യൽ മീഡിയയിൽ വീഡിയോസ് ഒക്കെ ഇദ്ദേഹം ഒരുപാട് വൈറലാവുന്നുണ്ട്. റിഗിൻ ജെട്ടിയിട്ടുകൊണ്ട് പുറത്തിറങ്ങി നടന്നു. ബേർഡ്മാൻ ട്രയോളജി അവസാനിച്ചതിന് ശേഷം ആളുകൾ ഇങ്ങനെ ശ്രദ്ധിക്കുന്നില്ലെന്നൊരു പരാതി ഉണ്ടായിരുന്നു. അത് ഇതോടങ്ങ് മാറിക്കിട്ടി. ഒത്തിരി ആളുകൾ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നു. ഇങ്ങനെ വീണ്ടും ചർച്ചാ വിഷയമാവുന്നു. രണ്ടാമത്തെ പ്രിവ്യൂ കഴിഞ്ഞപ്പോൾ ഡ്രാമയുടെ ക്രെഡിറ്റ് മൊത്തം മൈക്കിനായിരുന്നെങ്കിൽ ഇപ്പോൾ മൂന്നാമത്തെ പ്രിവ്യൂ കഴിഞ്ഞതോടെ എല്ലാവരും ഇങ്ങനെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. പിന്നെ ജെട്ടിയിട്ടുകൊണ്ട് പുറത്തിറങ്ങി നടന്നു എന്ന് പറയുന്നത് അത്ര നല്ല കാര്യമല്ല. എന്നാലും പുള്ളിക്കാരന് ഇപ്പോഴും ജനപ്രീതി ഉണ്ടെന്ന് ഇതിലൂടെ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നു. അങ്ങനെ അതെല്ലാം ശേഷം നമ്മുടെ റിഗിൻ അവിടെ അടുത്തുള്ളൊരു ബാറിൽ ചെന്ന് വെള്ളം അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നോക്കുമ്പോൾ കഴിഞ്ഞ ദിവസം ഇവനും മൈക്കും കൂടെ ബാറിൽ പോയപ്പോൾ അവിടെ കണ്ട അതേ റിവ്യൂവർ പെൺപിള്ള പുള്ളിക്കാരി അവിടെ ഇരിപ്പുണ്ട്. എന്നാലും ഇവരുടെ ഡ്രാമയുടെ റിവ്യൂസ് ഒക്കെ അവസാനിച്ചു. ഇനിയിപ്പോൾ ഡ്രാമയാണ്. പുള്ളിക്കാരി ഇടുന്ന റിവ്യൂവിനനുസരിച്ചിരിക്കും അതിന്റെ വേർഡിക്റ്റ്. ഹിറ്റ് ആവണമെങ്കിൽ പുള്ളിക്കാരി തന്നെ വിചാരിക്കണം. സോ അവരോട് നീ സംസാരിച്ചേക്കാൻ തരുതി അങ്ങോട്ട് ചെന്നപ്പോഴോ നീ എന്താ പറയാൻ വരുന്നത് എനിക്ക് മനസ്സിലായി. നിന്റെ ഡ്രാമയ്ക്ക് ഞാൻ നല്ല റിവ്യൂ എഴുതത്തില്ല. അത് നല്ലതാണെങ്കിലും മോശമാണെങ്കിലും എത്ര നല്ലതാണെങ്കിലും ഞാൻ മോശമായിട്ടുള്ള റിവ്യൂ എഴുതും. നിന്നെ ഞാൻ തകർത്ത് കളയുമെന്ന് പുള്ളിക്കാരിയുടെ ഭീഷണി. ഇതിപ്പോൾ എന്തുട്ട സംഭവം? എന്തിനാണ് ഇവർ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നത്? അവർ കാരണം പറയുന്നതോ പുള്ളിക്കാരിക്ക് ഇങ്ങനെ ഇഷ്ടമല്ലെന്ന്. നമ്മുടെ റിഗിനെ ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ എന്തൊക്കെ ചെയ്താലും അത് തകർക്കാൻ ഇവരെ കൊണ്ട് പറ്റുന്നത് അവർ ചെയ്യുമെന്ന്. പാവം നമ്മുടെ റിഗിന് എങ്ങനെ ഉണ്ടാവും? ഇത്രയും നാൾ എന്തുമാത്രം ബുദ്ധിമുട്ടിലൂടെ കടന്നുപോയി മാനം നഷ്ടപ്പെടുന്ന അവസ്ഥ വരെ എത്തി. എന്നിട്ട് അവസാനം ഈ ഒരു പോയിന്റിൽ എത്തി നിൽക്കുമ്പോൾ ഈ പെണ്ണുമ്പിള്ളി ഇങ്ങനെ പറയുന്നു. ഇങ്ങനെ വായി തോന്നിയത് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. ഒരുമാതിരി വല്ലാത്ത അവസ്ഥയിൽ നിൽക്കുമായിരുന്നു. കൂടെ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയും കൂടെ ഒരുമാതിരി എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. ആകെ വിഷമത്തിലായ നമ്മുടെ ഹീറോ ആവട്ടെ അന്ന് രാത്രി അവിടെ തെരുവോരത്ത് കിടന്നുറങ്ങി. അടുത്ത ദിവസം രാവിലെ എണീറ്റ് വന്നപ്പോഴോ ഇവന്റെ മനസ്സിലുള്ള സെക്കൻഡ് പേഴ്സണാലിറ്റി ബേർഡ്മാൻ ഇവന്റെ തൊട്ടടുത്ത് നിന്ന് ഇവനെ ഇങ്ങനെ ശകാരിക്കുകയാണ്. ഇവനെയും പറയുന്നുണ്ട്, ഇവനെ എതിർത്ത് നിൽക്കുന്നവരെയും പറയുന്നുണ്ട്. ബേർഡ്മാൻ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് പുള്ളിക്കാരനെ ഒരുമാതിരി വല്ലാത്തൊരു കണ്ടീഷനിലേക്ക് ആക്കുന്നുണ്ട്. ഇനി അങ്ങോട്ട് കുറേ അമാനുഷികമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്. നമ്മുടെ ഹീറോ പറക്കും ചാടും മോടും കുറേ അമാനുഷികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ സംഭവിക്കും. ഇതൊന്നും ചെയ്യുന്നത് നമ്മുടെ റിഗിനല്ല, റിഗിന്റെ സെക്കൻഡ് പേഴ്സണാലിറ്റി ബേർഡ്മാൻ ആണ് ചെയ്യുന്നത്. അറിയാലോ, ബേർഡ്മാൻ ഒരു സൂപ്പർ ഹീറോ ആണ്. സൂപ്പർ ഹീറോയ്ക്ക് പറക്കാം, മനുഷ്യനെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത പല പല കാര്യങ്ങൾ ചെയ്യാം. ബേർഡ്മാൻ എന്ന പേഴ്സണാലിറ്റി പുറത്തു വന്നതും ഇങ്ങനെ തന്നെ ഒരു സൂപ്പർ ഹ്യൂമനായി മാറുകയാണ്. ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത് നമ്മുടെ റിഗിന്റെ ബ്രെയിനിലാണ്, അവന്റെ തലച്ചോറിൽ മാത്രമാണ്. അവൻ ഒരു വലിയ കെട്ടിടത്തിന്റെ മുകളിലേക്ക് കയറി പോകുന്നത്, അവിടുന്ന് ചാടാൻ നിൽക്കുന്നത്, പിന്നെ പറന്ന് ഇവന്റെ ആ തിയേറ്ററിനടുത്ത് വരുന്നത്. ശരിക്കും പുള്ളിക്കാരൻ ടാക്സിയിലാണ് വരുന്നത്. പക്ഷേ ഇവന്റെ ഇമാജിനേഷൻ അങ്ങനെ അല്ലാന്ന് ഇവനെ വിശ്വസിപ്പിക്കുകയാണ്. അപ്പോൾ അവൻ ടാക്സി ഡ്രൈവർ അങ്ങനെ ഇവനെ ഇവിടെ വരെ കൊണ്ടുവിട്ടിട്ട് ഈ പുള്ളിക്കാരനാവട്ടെ ഇങ്ങനെ പറന്നാണ് വന്നതെന്ന് വിചാരിച്ച് പൈസ കൊടുക്കാതെ ഇറങ്ങിപ്പോയി. അങ്ങനെ ഫൈനലി ഇവർ കാത്തിരുന്ന ദിവസം വന്നു. ഇന്നാണ് ഡ്രാമ. ഒരുപാട് ഓഡിയൻസ് വന്നിട്ടുണ്ട്. ആ റിവ്യൂവറൊക്കെ വന്നിട്ടുണ്ട്. പുള്ളിക്കാരി എന്തായാലും നെഗറ്റീവ് എഴുതുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്തൊക്കെയാണെങ്കിലും തന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം താൻ ചെയ്യുമെന്ന് നമ്മുടെ ഹീറോ മനസ്സിൽ ഉറപ്പിച്ചിരുന്നു. ഇവിടെ ധൈര്യം കുറച്ച് കൂടിപ്പോയോ എന്നേ സംശയിക്കേണ്ടതുള്ളൂ. ബിക്കോസ് ഇത്രയും നാൾ ഇവരുടെ ഡ്രാമയുടെ പ്രിവ്യൂസിനൊക്കെ യൂസ് ചെയ്തിരുന്നത് കളിത്തോക്കാണെങ്കിൽ ഇപ്പതേ ഈ പുള്ളിക്കാരൻ എടുത്തുകൊണ്ട് പോകുന്നത് ലോഡ് ചെയ്തിട്ടുള്ള ഒറിജിനൽ ഗണ്ണാണ്. ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഇങ്ങനെ സ്വയം ഷൂട്ട് ചെയ്ത് മരിക്കുന്നതല്ലേ അതിന്റെ ക്ലൈമാക്സ്. ശരിക്കും ഇങ്ങനെ ഇനി മരിച്ചു പോവോ? ദേ കണ്ടില്ലേ, നല്ല ഗംഭീരമായിട്ട് നമ്മുടെ ഹീറോ പെർഫോം ചെയ്തു. റിഗൻ ഇത്രയും നാൾ ചെയ്തതിനേക്കാളും പ്രിവ്യൂസിനൊക്കെ ചെയ്തതിനേക്കാളും അടിപൊളിയായിട്ട് പെർഫോം ചെയ്തു. പക്ഷേ ഒടുക്കം അങ്ങേരുടെ കയ്യിലുണ്ടായിരുന്ന ഒറിജിനൽ ഗണ്ണ് യൂസ് ചെയ്ത് അങ്ങേരുടെ തലയ്ക്ക് നേരെ ഷൂട്ട് ചെയ്തു. ചോരയൊക്കെ തെറിച്ച് വീണ ആ വീഴ്ച എന്താ ഒറിജിനാലിറ്റി? കാരണം ഒറിജിനലായിട്ട് ഷൂട്ട് ചെയ്തതാണ്. ഇത് കണ്ട് ഓഡിയൻസ് ഭയങ്കര ത്രില്ലായി. എല്ലാവരും
എല്ലാവരും എഴുന്നേറ്റ് ഒന്ന് കൈയടിക്കുന്നു. വലിയ കാര്യത്തിൽ റിഗന്റെ ഈ ഒരു ഡ്രാമയെ നെഗറ്റീവ് പറഞ്ഞ് തകർത്ത് കളഞ്ഞേക്കാവും തീരുമാനിച്ച് ഇങ്ങോട്ട് വന്ന റിവ്യൂവർ നാണം കെട്ടിറങ്ങി പോകുന്നുണ്ട്. ഇത്രയും ആളുകൾ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇനിയിപ്പോൾ അവർ നെഗറ്റീവ് എഴുതിയിട്ട് എന്താവാൻ? ഇനിയിപ്പോൾ നെഗറ്റീവ് എഴുതാൻ പോയാൽ അവരുടെ വിലയെ പോകത്തുള്ളൂ. എന്തായാലും ഡ്രാമ ഹിറ്റായി, അതുറപ്പ്. പക്ഷേ നമ്മുടെ റിഗന്റെ അവസ്ഥയോ? ഭാഗ്യം, ആൾ ജീവനോടെ ഉണ്ട്. കാരണം ഇങ്ങനെ ഷൂട്ട് ചെയ്തപ്പോൾ കൊണ്ടത് ഇങ്ങേരുടെ മൂക്കിലാണേ. ഇത്രയും നാൾ നമ്മുടെ റിഗൻ കഷ്ടപ്പെട്ടതിന് ഫലമുണ്ടായിരിക്കുന്നു. അയാൾ വീണ്ടും പോപ്പുലർ ആയിരിക്കുന്നു, ഒരു സൂപ്പർ സ്റ്റാറായി മാറിയിരിക്കുന്നു. യെസ്, പത്രങ്ങളൊക്കെ ഇദ്ദേഹത്തിന്റെ പെർഫോമൻസിനെ വാനോളം പുകഴ്ത്തി എഴുതിയിരിക്കുന്നു. നഷ്ടപ്പെട്ടു പോയി ഇദ്ദേഹത്തിന്റെ സ്റ്റാർഡം തിരിച്ചു പിടിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഇദ്ദേഹത്തെ പറ്റി നെഗറ്റീവേ എഴുതൂ എന്ന് പറഞ്ഞ റിവ്യൂവർ തബിതയ്ക്ക് പോസിറ്റീവ് മാത്രമേ എഴുതാൻ പറ്റിയുള്ളൂ. ആ അവസ്ഥയിലേക്ക് അവരെ പോലും എത്തിച്ചിരിക്കുന്നു. അറ്റ് ലാസ്റ്റ് ഇദ്ദേഹത്തിന്റെ മകൾ സാം കുറച്ച് പൂക്കളുമായിട്ട് ഇദ്ദേഹത്തിന്റെ അടുത്ത് വരുന്നുണ്ട്. പുള്ളിക്കാരി ഇദ്ദേഹത്തിന് വേണ്ടി ഒരു ട്വിറ്റർ അക്കൗണ്ട് ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരൊറ്റ ദിവസം കൊണ്ട് ഏതാണ്ട് 80,000 ഫോളോവേഴ്സ് ഒക്കെ ഉണ്ട്. ഓർക്കണം, 2014 കാലഘട്ടം. അങ്ങനെ കാര്യങ്ങളൊക്കെ ശുഭമായിട്ട് അവസാനിക്കുകയാണ്. കുറച്ച് സമയം കഴിഞ്ഞ് ഹോസ്പിറ്റൽ ബെഡ് കിടന്ന് നമ്മുടെ റിഗൻ പതിയെ എഴുന്നേറ്റ് റെസ്റ്റ് റൂമിൽ കയറി ഇദ്ദേഹത്തിന്റെ മുഖത്തൊട്ടിച്ചിരുന്ന ആ ഒരു ബാൻഡേഡ്സ് ഒക്കെ ഇളക്കി നോക്കുന്നുണ്ട്. സർപ്രൈസിംഗ്ലി ഇദ്ദേഹത്തിന്റെ മുഖം ഒന്നും മുറിഞ്ഞതായിട്ട് കാണുന്നില്ല. അവിടെ ഇവിടെയും ചെറുതായിട്ട് തൊലി പോയ പോലെ എന്തൊക്കെയോ ഉണ്ട്. അപ്പൊ ശരിക്കും ഇങ്ങേർക്ക് വെടി കൊണ്ടില്ലേ? ബുള്ളറ്റ് ഇങ്ങേരുടെ മൂക്കിൽ തൊട്ടുരുമി അങ്ങനെ അങ്ങ് പോയതേ ഉള്ളൂ. എന്തായാലും ഇങ്ങേരുടെ സെക്കൻഡ് പേഴ്സണാലിറ്റി ബേർഡ്മാനെയോ അവിടെ കാണാൻ പറ്റുന്നുണ്ട്. ദെൻ വീണ്ടും റൂമിൽ ചെന്ന് അവിടുത്തെ ജനൽ തുറന്ന് നേരെ താഴേക്ക് എടുത്തൊരു ഒറ്റച്ചാട്ടം. ഇതെന്ത് പണിയാണ് ഈ മനുഷ്യൻ കാണിച്ചത്? അങ്ങേരുടെ ലൈഫിൽ ഏറ്റവും ആഗ്രഹിച്ച കാര്യം നടന്നുകൊണ്ടാണോ? ഇതുകൊണ്ട് നമ്മുടെ സാം ഓടി അങ്ങോട്ട് വരുന്നുണ്ട്. പുള്ളിക്കാരി ജനൽ വഴി താഴേക്ക് നോക്കിയിട്ട് പതിയെ തലയുയർത്തി മുകളിലേക്ക് നോക്കി ചിരിക്കുന്നു. മേപ്പോട്ട് നോക്കി സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സാമിനെ കാണിച്ചാണ് സിനിമ അവസാനിക്കുന്നത്. ക്ലൈമാക്സ് കൺഫ്യൂസ് ആക്കി കളഞ്ഞല്ലേ? ഇത് പലരും പല പെർസ്പെക്റ്റീവിൽ പറയുന്നുണ്ട്. എന്നാലും എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. റെസ്റ്റ് റൂമിൽ ചെന്ന് കയറി നമ്മുടെ റിഗൻ അദ്ദേഹത്തിന്റെ മുഖത്തുനിന്ന് ബാൻഡേഡ് മാറ്റുന്നുണ്ടല്ലോ, അവിടെ മുതൽ റിയലി സംഭവിച്ചിട്ടില്ല. അദ്ദേഹം മുഖത്തുനിന്ന് ബാൻഡേഡ് മാറ്റിയിട്ടില്ല. കാരണം അദ്ദേഹത്തിന്റെ മുഖത്ത് എങ്ങും ബുള്ളറ്റ് കൊണ്ട മാർക്കൊന്നുമില്ല, എങ്ങും മുറിഞ്ഞതായിട്ടൊന്നും കാണാൻ പറ്റുന്നില്ല. പിന്നെ ഇങ്ങോട്ട് സംഭവിച്ചതും നമ്മുടെ ഹീറോയിൻ ഇവിടെ വന്ന് മുകളിലേക്ക് നോക്കി ചിരിക്കുന്നതും ഒക്കെ ഇങ്ങരുടെ ഇമാജിനേഷനാണ്. ഇദ്ദേഹം ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ചിരുന്ന, ഒരുപാട് നാളായിട്ട് വർക്ക് ചെയ്ത് കഷ്ടപ്പെട്ട് അധ്വാനിച്ചിരുന്ന ആ ഒരു പൊസിഷനിൽ അദ്ദേഹം എത്തിയെന്ന് കാണിക്കാൻ വേണ്ടി അങ്ങനെ കാണിച്ച സിനിമ അവസാനിപ്പിച്ചതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. വേറെ പെർസ്പെക്റ്റീവിൽ നോക്കിയാൽ ഇദ്ദേഹത്തിന് പറക്കാൻ കഴിവുണ്ടെന്ന് അവിടെ ഇവിടെയായിട്ട് ഷാഡോ ചെയ്ത് കാണിക്കുന്നുണ്ടായിരുന്നല്ലോ. ഒരു പക്ഷേ അദ്ദേഹം റിയലി അങ്ങനെയൊക്കെ ആയിരുന്നിരിക്കാം എന്ന് പറയുന്നവരുണ്ട്. അതിനോട് എനിക്ക് അത്ര യോജിപ്പില്ല. അങ്ങനെയൊന്നും റിയലി സംഭവിക്കില്ലല്ലോ. പിന്നെ വേറൊരു ഒപ്പീനിയൻ വരുന്നത്, ആ ഡ്രാമയുടെ അവസാനം ഇദ്ദേഹം ഷൂട്ട് ചെയ്യുന്നുണ്ടല്ലോ, പുള്ളിക്കാരൻ ഷൂട്ട് ചെയ്ത് അവിടെ വെച്ച് മരണപ്പെട്ടു. ദെൻ പിന്നെ ഇങ്ങോട്ട് കാണിച്ചിട്ടുള്ളത് മൊത്തം പുള്ളിക്കാരന്റെ തോട്ട്സ് ആണ്, അദ്ദേഹത്തിന്റെ ഇമാജിനേഷൻസ് ആണെന്നാണ്. അതിനോടും എനിക്കത്ര യോജിപ്പില്ല. മരിച്ചുപോയ ആൾക്ക് എന്തോ ഇമാജിനേഷൻ, അല്ലെങ്കിൽ പുള്ളിക്കാരന്റെ ആഗ്രഹം കാണിച്ചു എന്ന് പറയാം. പക്ഷേ എനിക്കത് സാറ്റിസ്ഫൈങ് ആയിട്ട് തോന്നിയില്ല. പിന്നെയും പല ആളുകൾ പല ഒപ്പീനിയൻസ് പറയുന്നുണ്ട്. കുറേ അധികം പെർസ്പെക്റ്റീവിലൂടെ ഇതിന്റെ ക്ലൈമാക്സ് നമുക്ക് നോക്കി മനസ്സിലാക്കാം. ഇതൊന്നും അല്ലാതെ മറ്റൊരു പെർസ്പെക്റ്റീവിലാണ് നിങ്ങൾ ചിന്തിച്ചതെങ്കിൽ കമന്റ് ചെയ്ത് അറിയിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ.